रघुपति राघव राजा राम पतित पावन सीताराम। 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 सीताराम जय सीताराम। सीताराम जय सीताराम। सीताराम जय सीताराम। सीताराम जय सीताराम। जय सीताराम। सीताराम जय सीताराम। जय लक्ष्मण जय जय हनुमान। 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 हरे कृष्णा 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 हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। भूपति राघव राजा राम पतित पावन सीताराम। रघुपति राघव राजा राम पतित पावन सीताराम। पतित पावन। जय श्री रामचंद्र भगवान की। So reduce the bass, increase the treble, and then two more volume. हरे कृष्णा। एक अनाउंसमेंट है। अगर 7:30 बजे किसी को प्रसादम चाहिए जाना है तो हम पैक करके देंगे। एक मतलब अगर प्रोग्राम खत्म नहीं
हो गया तो किसी को जल्दी जाना है 7:30 बजे तो मेरे से बोलिए, हम पैक करके देंगे. ആർക്കെങ്കിലും 7ക്ക് തന്നെ ഇവിടെ നിന്ന് പുറപ്പെടണം എന്നുണ്ടെങ്കിൽ അഥവാ പ്രോഗ്രാം ആ സമയത്ത് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ പാക്ക് ചെയ്ത് തരാം. ഹരേ കൃഷ്ണ. हरे कृष्ण। आज मैं क्लास दे रहा हूँ इसलिए चेतावनी दिया जा रहा है। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। रामाय रामभद्राय रामचंद्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः। रामाय रामभद्राय रामचंद्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः। रामाय रामभद्राय रामचंद्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते जयप्रकाश स्वामिनिति नामिने। नमः शिवाय। ഹരേ കൃഷ്ണ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ശ്രീരാമനവമി महामहोत्सवത്തിലേക്ക് स्वागतम। सभी भक्तों को स्वागत है आज की बहुत ही विशेष उत्सव के दिवस पर, श्री राम नवमी, श्री रामचंद्र जयंती। तो कौन सी भाषा में बोलूं? बांग्ला। शेर আমি প্রয়ত্ন করব। സോ കൂടുതലും മലയാളത്തിൽ പറയാം. മലയാളികളല്ലേ കൂടുതൽ? ഇപ്പോഴും ഇത് കേരളം തന്നെയാണെന്നാണ് തോന്നുന്നത്. സോ മലയാളം അറിയുന്നവരാരെങ്കിലും ഉണ്ടോ അവിടെ? ഓക്കെ, താങ്ക് യു. സോ കുറച്ച് മലയാളം, അപ്പപ്പോ കുറച്ച് ഹിന്ദി, അങ്ങനെ थोड़ा प्रयत्न करेंगे। बहुत कुछ है कहने को, तो सब कुछ दोनों भाषाओं में हो नहीं सकता, लेकिन कोशिश तो करेंगे। सो ഇന്ന് ശ്രീരാമചന്ദ്ര ഈ ഒരു പേര് സത്യം പറഞ്ഞാൽ ഭാരതത്തിൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ പോരാ, ലോകം മുഴുവൻ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പേരാണ്.
राइट। राम का नाम, श्री राम का नाम, राम लाला का नाम अभी भी दुनिया भर लोगों को आकर्षित करता है. എത്ര വർഷം കഴിഞ്ഞു ശ്രീരാമലീല നടന്നിട്ട്? എപ്പോഴായിരുന്നു? ത്രേതായുഗത്തിലെ ശ്രീരാമൻ എന്നൊരു പാട്ടൊക്കെ ഉണ്ട് അല്ലേ? ബാക്കി പാടണ്ട. സോ ത്രേതായുഗത്തിലായിരുന്നു ശ്രീരാമൻ, എത്രയോ വർഷങ്ങൾ മുൻപ് അല്ലേ? 8 ലക്ഷം വർഷം ദ്വാപരയുഗം, ഏകദേശം പറയാണ്. കലിയുഗം ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, അപ്പൊ അതിനെ നമ്മൾ കണക്ക് കൂട്ടണ്ട. അതിനു മുൻപ് 12 ലക്ഷം വർഷങ്ങൾ, റൈറ്റ്? ഏകദേശം 20ഓളം ത്രേതായുഗത്തിന്റെ ഏകദേശം തുടക്കത്തിൽ ആ ഒരു ഭാഗത്തിലായിരുന്നു ശ്രീരാമന്റെ ലീല. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഏകദേശം 15 മുതൽ 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ലീലയെ കുറിച്ചാണ് നമ്മൾ ഇന്നും ഓരോ വർഷവും ആഘോഷിക്കുന്നത്. 20 लाख 15 से 20 लाख साल पहले का बात है. वो लीला आज भी शौक से उत्साह पूर्वक दुनिया भर मना रहे हैं. इसका मतलब क्या है? इसका अर्थ क्या है? ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ ജീവിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ എത്ര കാലമാണ് നമ്മളെ കുറിച്ച് ഓർക്കുക? 2 മാസോ? ഓക്കെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ പലരും നമ്മൾ ഓർക്കാറില്ല അല്ലെ? എങ്ങനെയെങ്കിലും മറന്നുപോയാൽ മതി എന്നാണ് ഇരിക്കുന്നത്. പിന്നെ അവസാനം നമ്മൾ ഈ പറഞ്ഞ മനോരമയുടെ മാതൃഭൂമിയുടെ 8ാം പേജിൽ വന്ന ശേഷം എത്ര കാലം നമ്മൾ ആൾക്കാർ ഓർക്കും? 16ാമത്തെ ദിവസം വരെ ഓർക്കുമായിരിക്കും അല്ലെ? എങ്ങനെയെങ്കിലും തീർന്നു കഴിയട്ടെ എന്ന് ചിന്തിക്കുമായിരിക്കും, റൈറ്റ്? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പയ്യെ പയ്യെ ഓർമ്മകളിൽ നിന്ന് ചുവരിൽ ഒരു ചിത്രമായി മാറും, ശരിയല്ലേ? പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവിടെ പൊടി തട്ടി പെയിന്റ് അടിച്ച് ആ സ്ഥലം വൃത്തിയാക്കണം എന്ന് പറയുന്ന സമയത്ത് എന്താവും? ചുവരിൽ തൂങ്ങിയിരിക്കുന്ന നമ്മൾ എവിടേക്ക് പോവും? സ്റ്റോർ റൂമിലേക്ക് പോകും, ശരിയല്ലേ? അത് കഴിഞ്ഞ് വർഷത്തിലൊരിക്കൽ മാത്രം ഓർക്കപ്പെടേണ്ട ഒരു ചടങ്ങായിട്ട് നമ്മൾ മാറും. പിന്നെ അവസാനം ഹരേ കൃഷ്ണ, അല്ലെ? ആരും നമ്മൾ ഓർക്കില്ല. നമ്മൾ ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഒരു നഷ്ടമില്ല. നമ്മുടെ കമ്പനിയിലോ നമ്മുടെ വീട്ടിലോ ഒക്കെ നമ്മൾ നാമ അവശേഷമായി തീരും, ശരിയല്ലേ? യഹി ഹമാരി കഹാനി. मृत्यु के बाद कितने साल हमारा याद रहेगा लोगों को? वही है, राम नाम और हमारा नाम सत्य नहीं है, ठीक है? राम नाम ही सत्य, मृत्यु के बाद लोग बोलते हैं, है ना? സോ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഭഗവാനെ ഇന്നും ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ശ്രീരാമചന്ദ്ര ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനാണ്. राम तो साक्षात भगवान ही है, इसीलिए भगवान को कोई भूल नहीं सकता, है ना? उनका याद तो रहता है, इसलिए भगवान राम भगवान है. മാത്രമല്ല പല രീതിയിൽ നമ്മൾ ശ്രീരാമനെ കുറിച്ച് ആ ലീലകൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ തന്നെ രാമൻ എങ്ങനെയാണ് ഇന്നും ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഭാരതത്തില് ശ്രീരാമചന്ദ്ര ഭഗവാൻ പ്രശസ്തനാണ്, അല്ലെ? സത്യം പറഞ്ഞാല് ഇന്നിപ്പോ ഒരു നിങ്ങൾ ന്യൂസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അറിയാം, നോർത്ത് ഇന്ത്യ വേറെ, സൗത്ത് ഇന്ത്യ വേറെ, അല്ലെ? വടക്കേ ഇന്ത്യ വേറെ, തെക്കേ ഇന്ത്യ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നടക്കുക. ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്നൊരു വ്യക്തിത്വമായിരിക്കും ഒരുപക്ഷെ ഈ വടക്കും തെക്കും സംയോജിപ്പിച്ചത്, ശരിയല്ലേ? ഭഗവാന്റെ ലീലകൾ उत्तर भारत दक्षिण भारत इनके बीच में झगड़ा चल रहा है, लेकिन भगवान श्री राम एकमात्र ऐसे व्यक्तित्व हैं जिन्होंने ये दोनों को अपनी लीलाओं से इतना गहरे तरीके से जोड़ा कि इसको अभी तोड़ नहीं सकते. श्री रामचंद्र भगवान की. അപ്പൊ ഈ ഭാരതം ഒന്നിച്ചു നിൽക്കുന്നതിന് ആരാണ് കാരണം? ശ്രീരാമചന്ദ്ര ഭഗവാനാണ്. ഭഗവാന്റെ അവതാരം നടന്നത് അയോധ്യ, ഭഗവാൻ ബാല്യലീലകളൊക്കെ വടക്കേ ഇന്ത്യയിൽ നടത്തി, അതിനുശേഷം ചിത്രകൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഭഗവാന്റെ പർണശാലയൊക്കെ പണിത്, ഭഗവാൻ അത്രയും കാലം വടക്കേ ഇന്ത്യയിലായിരുന്നു. പിന്നെ അങ്ങനെ പയ്യെ തെക്കോട്ട് വന്ന് ഏതാണ് സ്ഥലം? നാസിക്, പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഭഗവാൻ തെക്കോട്ട് ഭഗവാന്റെ ലീലകൾ കൊണ്ടുവന്നു. അതിനുശേഷം സീത അപഹരണം നടന്ന സമയത്ത് ഭഗവാന് ദക്ഷിണ ഭാരതത്തിലേക്ക് വന്ന് സമുദ്രം, ഇല്ലേ? എന്തായാലും പറയാ, ഭാരതത്തിനെ കുറിച്ച് പറയുമ്പോ പറയും ശ്രീരാമ സേതു
കേദാരനാഥയോഹോ മധ്യപ്രദേശേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സങ്കല്പമൊക്കെ എടുക്കുമ്പോൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ പറയാറുണ്ട് ഭഗവാന്റെ ഭാരതഭൂമിയുടെ വിസ്തീർണം. ഒരറ്റത്ത് ശ്രീരാമ സേതു, മറ്റൊരറ്റത്ത് केदारनाथ। तो भारत का जो सीमाएं हैं तो वेदों में शास्त्रों में कहा जाता है एक तरफ पे श्री राम सेतु, दूसरी तरफ पे केदारनाथ। इन दोनों के बीच का जो मध्य प्रदेश है उसको भारत भूमि बोलते हैं। और ऐसा जगह कुछ भी नहीं जिधर श्री रामचंद्र भगवान की लीला ना हुई। इतने सारी लीलाएं भगवान ने की और भारत को उन्होंने एक करके जोड़ दिया। പക്ഷേ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്നത്തെ കാണുന്ന ഭാരതം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ബൗണ്ടറി മാത്രമായിരുന്നില്ല അല്ലെ. പണ്ടത്തെ പാകിസ്ഥാൻ ഇന്ന് പോയാലും അവിടെ ഒരുപാട് ശ്രീരാമ ക്ഷേത്രങ്ങളുണ്ട്. ഇന്ന് കറാച്ചിയിൽ ഒരു ശ്രീരാമ ക്ഷേത്രമുണ്ട്. അവിടെ അത്രയും വിശ്വാസത്തോടെയും ഭക്തിയോടെയും, കറാച്ചി എന്ന് പറയുന്നത് വലിയൊരു നഗരമാണ്, ഏകദേശം മുംബൈയുടെ അത്രയും വലിപ്പമുണ്ട്, റൈറ്റ്. അവിടെ ഇന്നും ശ്രീരാമ ക്ഷേത്രമുണ്ട്, ആൾക്കാർ ഭക്തിയോടെ അവിടെ പോകുന്നു. അഫ്ഗാനിസ്ഥാനിലുണ്ട്, പല പല സ്ഥലങ്ങളില് ശ്രീരാമ ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ബർമ്മ, തായ്ലൻഡ്, റൈറ്റ്. തായ്ലൻഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ കേരളത്തിലെ കഥകളി പോലെ തായ്ലൻഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ, ഒരു എന്താ പറയാ, സാംസ്കാരിക പ്രദർശനം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഒരു തായ് വെർഷൻ ഓഫ് ശ്രീരാമ ലീലയാണ്, റൈറ്റ്. ശ്രീരാമന്റെ ലീലകളാണ് അവിടെ നടക്കുന്നത്. അവിടെ പോയാൽ പല സ്ഥലങ്ങളും രാമന്റെ പേരിലും ലക്ഷ്മണന്റെ പേരിലൊക്കെയാണ് റോഡുകൾക്ക് പേരിട്ടിരിക്കുന്നത്, റൈറ്റ്. അത്രയും പിന്നെ ഇതൊക്കെ ഇരിക്കുന്ന ഭാരതത്തിലോ ഒരുപാട് കഷ്ടപ്പെടുന്നു ഈ പേരുകളൊക്കെ, സ്ഥലപ്പേരുകളൊക്കെ കിട്ടാൻ, റൈറ്റ്. ആരെങ്കിലും മലേഷ്യയിൽ പോയിട്ടുണ്ടോ? മലേഷ്യ, കോലാലംപൂർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ മലൈ ഭാഷയിൽ പോലും ഈ പറയുന്ന ഓരോ ഭഗവാന്റെ പേരുകൾ അവിടെ ഇവിടെയൊക്കെ വരുന്നതാണ്. അവിടെ മലേഷ്യ ജനതേന ഉധർ തിത്ലി കാ നാം ക്യാ ഹൈ? ബട്ടർഫ്ലൈ ഇല്ലേ, ചിത്രശലഭം, അതിന് അവിടുത്തെ മലേഷ്യൻ ഭാഷയിലുള്ള പേരാണ്. പഠിക്കണം, जानना चाहते हैं? सब लोग कृपा करके दोहराइए, ठीक है? तितली का नाम, ചിത്രശലഭത്തിന്റെ പേര് രാമ രാമ. പറയൂ, രാമ രാമ. പോരാ, സൗണ്ട് പോരാ. രാമ രാമ, രാമ രാമ. സോ ലൈക്ക് ദാറ്റ് എല്ലായിടത്തും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പേരുകൾ, ഭഗവാന്റെ ലീലകളൊക്കെ പല സ്ഥലങ്ങളിലും അടങ്ങിയിട്ടുണ്ട്, റൈറ്റ്. സോ ഇത്രയും പ്രശസ്തനായ, പിന്നെ ഭാരതത്തിൽ പിന്നെ പറയേണ്ട കാര്യമേ ഇല്ല, റൈറ്റ്. ഇന്ത്യയില് പല പല ഭാഷകളിൽ പല പല പാട്ടുകൾ, റൈറ്റ്. നോർത്ത് ഇന്ത്യയിൽ പോയാൽ സൂറദ, വാട്ട് ഇസ് ദാറ്റ്, രാമചരിത് മാനസ്, सूरदास आना रामचरित मानस, तुलसीदास है ना, वो कैसे है? मंगलमय मंगल भवन अमंग प्रभु सुदशरथ गजरारी राम सिया राम जय जय राम, राम सिया राम जय जय राम. Everyone, राम सिया राम जय जय राम, राम सिया राम जय जय राम. So like that. ഇനിയുണ്ട്, നല്ലൊരു പാട്ടാണത്, വെരി ബ്യൂട്ടിഫുൾ സോങ്. മേ ബി സമയം കിട്ടിയാൽ വി ക്യാൻ സിംഗ് ലേറ്റർ, റൈറ്റ്. സോ അങ്ങനെ നോർത്ത് ഇന്ത്യ മുതൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഒറിജിനൽ രാമായണ ഇസ് ആരുടെ, കിസ്ക രാമായൺ ഒറിജിനൽ ഹെ, കിൻക രാമായൺ? വാത്മീകി ഋഷി കാ രാമായൺ, ठीक है, ദാറ്റ് ഈസ് ഒറിജിനൽ. അത് കഴിഞ്ഞിട്ട് കേട്ടിട്ടില്ലേ, കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദേവമർപ്പിതം. ഇറ്റ്സ് ഓൾ വാൽമീകി രാമായണത്തിന്റെ ഭാഗമാണ്, റൈറ്റ്. സോ അത് ഒറിജിനൽ രാമായണം. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തുളസീദാസിന്റെ രാമായണം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൗത്തിൽ വരുമ്പോ പല 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 രാമായണങ്ങളുണ്ട്, റൈറ്റ്. കമ്പരാമായണം, തമിഴില് കമ്പന്റെ രാമായണമുണ്ട്. കമ്പൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നെയ്ത്തുകാരനായിരുന്നു. എന്താ പറയാ, ഈ ക്യാ ബോൾത്തെ, ഹൗ ഡു യു സേ, sewing, no, he does like loom, handloom. हाँ वही है, तो that was है ना, सिलाई नहीं, वो जो कपड़ा बनाते हैं ना, हैंडलूम.
തറി തറി കൈത്തറി, റൈറ്റ്? തമിഴിൽ പറയും കമ്പൻ വീട്ട് കട്ടുത്തറിയും കവി പാടും എന്ന് പറയും. എന്ന് വെച്ചാല് കമ്പന്റെ വീട്ടില്, ഈ കമ്പരാമായണം എഴുതിയ കമ്പന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ കൈത്തറി പോലും രാമായണം പാടുന്ന പറയുന്നത്, റൈറ്റ്? അങ്ങനെ ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞ് രാമനെ കുറിച്ച് പാട്ടുപാടിയ ആൾക്കാർക്ക് ഒരു കണക്കില്ല. ത്യാഗരാജസ്വാമി, റൈറ്റ്? കേട്ടിട്ടുണ്ടോ? ത്യാഗരാജസ്വാമി ഫുൾ ഓഫ് രാമനാമ. അന്നമാചാര്യ ആന്ധ്രാപ്രദേശില്, റൈറ്റ്? അത് കഴിഞ്ഞ് പുരന്ദരദാസ് കർണാടകയിൽ, ഹി സാങ് അബൌട്ട് രാമചന്ദ്ര. സോ മെനി 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 സോങ്സ് രാമനെ കുറിച്ചിട്ടാണ്. കേരളത്തിൽ വന്നു കഴിഞ്ഞാല് തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണം കിളിപ്പാട്ട് കേട്ടിട്ടുണ്ടോ? ശാരിക പൈതലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നത്. സത്യം പറഞ്ഞാല് പ്രശസ്തി, ഫെയിമിന്റെ കാര്യത്തിൽ, ആൾക്കാരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്ന കാര്യത്തിൽ കൃഷ്ണന് ഒന്ന് തോന്നരുത്, കൃഷ്ണനെക്കാട്ടിലും ചിലപ്പോൾ ഭാരതത്തിൽ ഒരുപടി ആർക്ക് സ്ഥാനമുണ്ട്? ശ്രീരാമചന്ദ്ര ഭഗവാന് സ്ഥാനമുണ്ട്. ശരിയാണോ അല്ലയോ? ഭാരത് में ऐसा भी हो सकता है कि शायद कृष्ण से भी थोड़ा ज्यादा किसके ऊपर लोगों का दिल रहता है, हृदय रहता है? राम के ऊपर, श्री रामचंद्र भगवान की. So that രാമചന്ദ്ര, രാമചന്ദ്രനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇത്രയും രാമചന്ദ്ര ഭഗവാന് അത്രയും പ്രിയം എന്ന് പറഞ്ഞാല് പറയുന്നത് क्वालिटीज, भगवान की जो दिव्य गुण है ना श्री रामचंद्र भगवान का, तो इतना लोगों को आकर्षित करता है कि उनको भूला नहीं जा सकता. एक बार उनका लीला, राम लीला सुना तो क्या हो जाएगा? अंदर चला जाएगा, वो कभी लोग भूल नहीं सकते. ब्यूटीफुल ब्यूटीफुल पास टाइम्स. सो ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു, നമുക്ക് ലീലൊന്നും കവർ ചെയ്യാൻ പറ്റില്ല, അത്ര സമയമില്ല. പക്ഷേ ഒരു സംഭവം, അതായത് ഈ ശ്രീരാമ ലീല, റൈറ്റ്? ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചൈതന്യ ലീലയെ കുറിച്ച്, ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയെ കുറിച്ച് പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. എത്രയോ പേര് സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽ ഉള്ളവരും അല്ലാത്തവരും. ആരെക്കുറിച്ച്? ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സ്പെഷ്യലിസ്റ്റ് ആരാണ് ഈ വിഷയത്തില്? PhD എടുത്ത ആൾക്കാരാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഓരോ ലീലകൾ, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി അതിന്റെ ഒരു അർത്ഥമൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഗൗഡീയ വൈഷ്ണവ പരമ്പരയാണ്. ഓബ്വിയസ്ലി ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ കുറിച്ചൊരു സ്പെഷ്യാലിറ്റി എടുത്ത അതാണ്. അതേപോലെ തന്നെ രാമായണവും ശ്രീരാമചന്ദ്ര ഭഗവാനെയും കുറിച്ച്, ഈ രാമായണത്തിന് ഭയങ്കരമായിട്ട് കരച്ചു കുടിച്ച് അതിന്റെ ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത, അതിനെ എന്താ പറയാ, ആധാരമാക്കി വസിക്കുന്ന ഒരു പരമ്പരയുടെ പേരാണ് ഏത്? ശ്രീ വൈഷ്ണവ പരമ്പര, റൈറ്റ്? സോ നമുക്ക് ശ്രീരാമചന്ദ്ര ഭഗവാനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? റൈറ്റ്? അവിടെ കുറെ ആചാര്യന്മാരുണ്ട്. രാമാനുജാചാര്യരുണ്ട്, വിശേഷിച്ച് വേദാന്ത ദേശികർ എന്ന് പറഞ്ഞിട്ട് ഒരു ആചാര്യനുണ്ട്. आचार्य है श्री वैष्णव परंपरा में. उन्होंने और परंपराओं से ज्यादा रामायण के अंदर गए और उनके जो अंदर के जो अर्थ है ना, उनको बाहर निकाल के उनको दुनिया को दिखाया उन्होंने. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ശ്രീപാദ രാമാനുജാചാര്യർ, ശ്രീ വൈഷ്ണവ പരമ്പരയുടെ പ്രധാന ആചാര്യനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പല ഗുരുക്കന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. രാമാനുജാചാര്യർക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. 18 ഗുരുക്കന്മാരുണ്ടെന്നാണ് പറയുന്നത്, ശിക്ഷാ ഗുരുക്കന്മാരവരൊക്കെ, റൈറ്റ്? അതിൽ ഒരാള് കാഞ്ചിപൂർണ എന്ന് പറയുന്ന ആചാര്യൻ അദ്ദേഹത്തിന്റെ ദീക്ഷാ ഗുരുവും, ബാക്കി 17 പേരുമാരാണ് ശിക്ഷാ ഗുരുക്കന്മാരാണ്. അത്രയും ഗുരുക്കന്മാര് രാമാനുജാചാര്യർക്കുണ്ട്. സോ അതിൽ ഒരു ശിക്ഷാ ഗുരുവിന്റെ പേര് ശൈലപൂർണ. ഓക്കെ, ശൈലപൂർണ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് തിരുപ്പതിയിൽ വെച്ചിട്ട്, തിരുപ്പതിയിൽ വെച്ച് രാമാനുജാചാര്യര് രാമായണം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുകയാണ്. रामानुजाचार्य किससे रामायण पढ़ रहे हैं? ശൈലപൂർണ നാം കെ ഗുരു സെ. അപ്പൊ നമുക്കൊരു ചോദ്യം, ഈ രാമാനുജാചാര്യർ എന്തിനാ പോയി രാമായണം പഠിക്കുന്നത്? അല്ലെ? പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആരാണ് രാമാനുജാചാര്യര്? കേൾക്കുന്നില്ല, തെറ്റിക്കാൻ കുഴപ്പമില്ല, കുറച്ച് ഉറക്കെ പറയും. ലക്ഷ്മണൻ, റൈറ്റ്? ലക്ഷ്മണനാണ് രാമാനുജാചാര്യരായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പേരെന്താണ്? പേര് അദ്ദേഹത്തിന്റെ രാമ അനുജ ആചാര്യ എന്ന് വെച്ചാൽ ആരാണ്? ലക്ഷ്മണനാണ്, റൈറ്റ്? അദ്ദേഹമാണ് വന്നിരിക്കുന്നത്.
ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ലീലയിൽ ഒരു നിമിഷം പോലും രാമനെ പിരിയാതെ കൂടെ വന്നിരിക്കുന്ന, ഒരു ദിവസവും രാമന്റെ കൂടെ ഉണ്ടായിരുന്നു. തുടക്കം മുതല് ശ്രീരാമചന്ദ്ര ഭഗവാൻ തിരോധാനം ചെയ്ത് ഡിസപ്പിയർ ആയ ശേഷമാണ് ലക്ഷ്മണൻ ഇവിടെ നിന്ന്, സോറി, അതിനു മുൻപ്, കുറച്ചു മുൻപ് ലക്ഷ്മണൻ പോകും, റൈറ്റ്? ലക്ഷ്മണനാണ് ആദ്യം ഡിസപ്പിയർ ആവുന്നത്. അപ്പൊ ആ കുറച്ചൊരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ആര് കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ട്? ലക്ഷ്മണൻ കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ലക്ഷ്മണന്റെ അവതാരമായ രാമാനുജാചാര്യർ പോയി വേറൊരാളുടെ അടുത്തുനിന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? രാമായണം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? സുനിക്ക ജറൂരത് ഹൈ ക്യാ? नहीं। तो क्यों कर रहे हैं? शैलपूर्णा तो रामलीला में नहीं थे, लेकिन उनसे राम कथा सुन रहे हैं, ऐसा क्यों? എന്താണ് കാരണം? ഇതേപോലെ തന്നെ വേറൊരു ആർഗ്യുമെന്റ് നമുക്ക് പറയാം. ഈ ശുകദേവ ഗോസ്വാമി വരുന്നതിന് മുൻപ് പരീക്ഷിത് മഹാരാജാവ് അവിടെ അദ്ദേഹത്തിന്റെ ഹസ്തിനപുരത്തിലെ രാജസഭയിൽ ഉണ്ടായിരുന്ന എല്ലാ ബ്രാഹ്മണരെയും വൈഷ്ണവരെയും ഒക്കെ വിളിച്ചു വരുത്തി അവരുടെ അടുത്ത് നിന്നൊക്കെ കഥ കേൾക്കായിരുന്നു ആക്ച്വലി, റൈറ്റ്? പക്ഷെ എന്നാൽ അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തി വന്നില്ല ശുകദേവ് ഗോസ്വാമി വരുന്നത് വരെ. പക്ഷെ അതുവരെ അദ്ദേഹം മിണ്ടാണ്ടിരിക്കായിരുന്നില്ല. എല്ലാരും ഇങ്ങനെ കഥകൾ പറയുമായിരുന്നു. വിഷ്ണുവിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ആര് ചോദിക്കുന്നു? പരീക്ഷിത് മഹാരാജാവ്. ചോദിക്കേണ്ട കാര്യമുണ്ടോ? परीक्षित महाराजा परीक्षित महाराजा को जानना चाहिए क्या विष्णु के भगवान के बारे में? और किसी और से पूछ रहे हैं, वो पूछ सकते थे, आप थे क्या, आपने देखा क्या माँ के गर्भ के अंदर भगवान को? मैंने तो देख लिया, इसलिए मैं बताऊंगा, आप सुनोगे, ऐसा कहा क्या? नहीं. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാൻ എന്ന് പറഞ്ഞാൽ, രാമൻ എന്ന് പറഞ്ഞാൽ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അനന്തനാണ്, അൺലിമിറ്റഡ്, റൈറ്റ്? അപ്പോ ഒരാള് ഭഗവാനെ സാക്ഷാത് ദർശിച്ചു എങ്കിൽ പോലും അദ്ദേഹത്തിന് മനസ്സിലായ സാക്ഷാത്കാരം കൂടാതെ ഇനിയും ബാക്കിയുണ്ട് അറിയാൻ. ആരെക്കുറിച്ച്? ഭഗവാനെ കുറിച്ച്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഭഗവാൻ എത്ര തന്നെ ഒരാൾ മനസ്സിലാക്കിയാലും ഇനിയും ഭഗവാനെ കുറിച്ച് അറിയാനുണ്ട്. ചിലപ്പോൾ മറ്റൊരു ഭക്തനിലൂടെ ആയിരിക്കും ഭഗവാൻ അവിടുത്തെ കുറിച്ച് കുറച്ച് പുതിയ കാര്യങ്ങൾ അറിയിക്കുക, അല്ലേ? സോ അതുകൊണ്ട് ആ ഭക്തന്റെയും സാക്ഷാത്കാരം കേൾക്കാൻ യഥാർത്ഥ ഭക്തൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ ഭഗവത് കഥയ്ക്ക് ഒരിക്കലും കുറവുണ്ടാവുന്നില്ല. ആക്ച്വലി ഇത് പ്രാക്ടിക്കലായിട്ട് കാണാം. പ്രഭുപാദിന്റെ ഡിസൈപ്പിൾസ്, പ്രഭുപാദിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭക്തന്മാര് ചിലപ്പോ സെക്കൻഡ് ജനറേഷൻ ഇസ്കോൺ ഡിവോട്ടീസിന്റെ പ്രഭുപാദ് കഥ കേൾക്കാൻ അവരിയ്ക്കും, റൈറ്റ്? എന്തുകൊണ്ട്? ഞങ്ങൾ പറഞ്ഞുകൂടെ, ഞങ്ങൾ പ്രഭുപാദിന്റെ കൂടെ ഉണ്ടായിരുന്നവരാ, നീ ആര് ഇപ്പൊ പൊട്ടി മുളച്ചവൻ എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷെ എന്നാലും അവര് ഇരുന്ന് കേൾക്കും. എന്തുകൊണ്ട്? പ്രഭുപാദ് സച്ച് എ പേഴ്സണാലിറ്റി ദാറ്റ് പ്രഭുപാദിന്റെ ഗുണങ്ങള് അനന്തമാണ്. മറ്റൊരു ഭക്തനില് അദ്ദേഹം ഉണ്ടാക്കുന്ന സാക്ഷാത്കാരങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. സോ പല റിയലൈസേഷൻസ് നമുക്ക് ഭഗവാനെ കുറിച്ചും ഇതുപോലെ പരിശുദ്ധ ഭക്തന്മാരെ കുറിച്ചും കിട്ടും. അതുകൊണ്ടാണ് രാമാനുജാചാര്യർ ആരിൽ നിന്ന് കേട്ടത്? ശൈലപൂർണ എന്ന് പറയുന്ന മഹാ ആചാര്യനിൽ നിന്ന് കേട്ടത്. സോ അങ്ങനെ ഇന്നത്തെ സെഷൻ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു ശൈലപൂർണ അങ്ങനെ രാമാനുജാചാര്യർക്ക് രാമായണത്തിനെ കുറിച്ച് കുറച്ച് പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു. പ്രധാനമായിട്ട് 5 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്, റൈറ്റ്? 5 പ്രധാന കാര്യങ്ങൾ. 5 കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ആദ്യത്തേത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സ്ഥാനം. ഹൂ ഇസ് ലോർഡ് രാമചന്ദ്ര, റൈറ്റ്? നമുക്കറിയാം അല്ലേ? നമുക്കറിയാം ആരാ രാമചന്ദ്ര ഭഗവാൻ? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. കഴിഞ്ഞില്ലേ? ആ ചോദ്യം തീർന്നു, റൈറ്റ്? ഫിനിഷ്ഡ്, റൈറ്റ്? ഇനി അടുത്ത കാര്യം. പക്ഷെ അങ്ങനെയല്ല. രാമാനുജാചാര്യർക്ക് അറിയില്ലേ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആണ് രാമചന്ദ്ര ഭഗവാൻ എന്ന്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് കൂടുതൽ കേൾക്കണം, റൈറ്റ്? ഐ വോണ്ട് ടു നോ മോർ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ പോയിന്റ് രാമചന്ദ്ര ഭഗവാന്റെ സ്ഥാനത്തിനെ കുറിച്ച്. രണ്ടാമത്തെ പോയിന്റ് ശൈലപൂർണ പറഞ്ഞത് ശരണാഗതി എന്താണ്. What is शरणागति? सरेंडर, ठीक है? सो श्री रामचंद्र भगवान कौन है, उनका मूल रूप क्या है, वो पहला बात.
दूसरा बात शरणागति क्या है. മൂന്നാമത്തെ കാര്യം ശരണാഗതി ചെയ്യുന്നത് വഴി നമുക്ക് സേവന അവസരങ്ങൾ നമുക്ക് കിട്ടുന്നു. എങ്ങനെയാണ് ശരണാഗതി ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് സേവനം ചെയ്യാൻ അവസരം കിട്ടുന്നത്? ആ സേവയെക്കുറിച്ച് മൂന്നാമത്തെ കാര്യം പറഞ്ഞു. നാലാമത്തെ കാര്യം പറഞ്ഞത് ഭക്തന്മാരുടെ പ്രാധാന്യം. റൈറ്റ്? ഈ ശരണാഗതിയും സേവയൊക്കെ ചെയ്യണമെങ്കിൽ ആര് വേണം അവിടെ? ഭക്തന്മാര് വേണം. പിന്നെ അഞ്ചാമത്തത് ശരണാഗതിയുടെ തത്വങ്ങൾ. ഇങ്ങനെ 5 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. 5 चीज. श्री रामचंद्र भगवान कौन है एक बात, दूसरा बात शरणागति क्या है, और तीसरा है सेवा का मतलब क्या है, चौथा भक्तों का भक्त महिमा, वो चौथा बात, और 5 शरणागति के कुछ तत्व. ऐसा 5 चीज कौन बता रहे हैं किसको? शैलपूर्ण रामानुजाचार्य को बता रहे हैं. राइट? സോ ഫസ്റ്റ് രാമാനുജാചാര്യ, ലോർഡ് രാമാസ് പൊസിഷൻ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സ്ഥാനം എന്താണ് പറഞ്ഞത് ശരിയാണ്. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. റൈറ്റ്? പരമ ദിവ്യോത്തമ പുരുഷൻ, പരം പുരുഷ് ഭഗവാൻ ഹെ രാമചന്ദ്ര ഭഗവാൻ. ഭഗവാൻ എണ്ണമറ്റ അവതാരങ്ങളുണ്ട് അല്ലേ? ഭഗവാൻ के असंख्य अवतार होते हैं. ब्रह्म संहिता में वो श्लोक है ना, रामादिमूर्तिषु कला नियमेन तिष्ठन् नानावतारमकरो भुवनेषु किन्तु कृष्ण स्वयं समभवत् परमपुमान्यो ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. സോ ഇങ്ങനെ രാമൻ തുടങ്ങിയ എണ്ണമറ്റ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. രൂപ ഗോസ്വാമി ഭക്തിരസാമൃത സിന്ധു നെക്ടർ ഓഫ് ഡിവോഷൻ അകത്ത് പറയുന്നുണ്ട്, കൃഷ്ണൻ വന്നിട്ട് ലൈക്ക് ഭഗവാന്റെ പല അവതാരങ്ങളുണ്ട്. ചില അവതാരങ്ങളൊക്കെ ആ അവതാര ഉദ്ദേശം നിറവേറ്റാൻ എത്ര ശക്തി കാണിക്കണോ, എത്ര ലീല കാണിക്കണോ, അത്ര മാത്രമേ ഭഗവാൻ കാണിക്കുള്ളൂ. റൈറ്റ്? കൃഷ്ണ ഇസ് വെരി എഫിഷ്യന്റ്, എനർജി എഫിഷ്യന്റ്. റൈറ്റ്? എത്ര ലീല, ആ ലീലയ്ക്ക് വേണ്ടി എത്ര ഭഗവാന്റെ ശക്തി കാണിക്കണോ, എത്ര വൈഭവം കാണിക്കണോ അത്രമാത്രം കാണിച്ചിട്ട്, അല്ലാതെ ഈ ബഡായി കാണിക്കുന്നത് ഇത്തിരി പോകുന്ന നമ്മൾ ഇത്രയും ശക്തി കാണിക്കുന്ന പോലെ ഭഗവാൻ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ? എന്ത് വേണോ ആ ലീലയ്ക്ക് വേണ്ടത് മാത്രം നടന്നിട്ട് വന്നു. ശരി, ഹിരണ്യകശുവിനെ വധിക്കണോ, ശരി, പെട്ടെന്ന് ഇതാ തൂണ്, ജന്മ ബാല്യലീല ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് പപ്പയെന്ന് പൊട്ടി അതിൽ നിന്ന് പുറത്തു വന്നു, ഹിരണ്യകശുവിനെ കൊന്നു, പ്രഹ്ലാദ അനുഗ്രഹിച്ചു, തിരിച്ചുപോയി. റൈറ്റ്? ദാറ്റ്സ് ഓൾ. മത്സ്യാവതാരം, വേദങ്ങൾ കാണാതായി, പെട്ടെന്ന് ആ മീൻ വന്നു, ആ മീനിനെ വെള്ളത്തിനകത്ത് ഇട്ടു, അത് വലുതായി, പിന്നെ അവസാനം വേദങ്ങൾ രക്ഷിച്ചു. ദാറ്റ്സ് ഇറ്റ്, ഫിനിഷ്ഡ്. റൈറ്റ്? വേണ്ടാതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന പരിപാടിയൊന്നും ഭഗവാനില്ല. റൈറ്റ്? അങ്ങനെ ഇരിക്കുമ്പോ ഭഗവാന്റെ പല അവതാരങ്ങളുണ്ട്. അംശാവതാരങ്ങൾ, കലാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, യുഗാവതാരങ്ങൾ, മന്വന്തരാവതാരം, ശക്തിയാവേശ അവതാരം, ഇങ്ങനെ പല ടൈപ്പ് ഭഗവാന്റെ അവതാരങ്ങളുണ്ട്. റൈറ്റ്? ഇതിൽ ചില അവതാരങ്ങളൊക്കെ പാർഷ്യലാണ്, അംശ. അപ്പോ രൂപഗോസ്വാമി പറയുന്നത്, ഭഗവാൻ ഒരു ചന്ദ്രൻ പോലെയാണെങ്കിൽ, കൃഷ്ണ ഇഫ് ഈസ് ലൈക്ക് ദ മൂൺ, റൈറ്റ്, ദെൻ ഈ ചന്ദ്രൻ അമാവാസ്യ ദിവസം ഒന്നും ഉണ്ടാവില്ല. പ്രഥമ ദ്വിതീയ ഒക്കെ വരുമ്പോ എന്താവും? അമാവാസ്യന്ന് മുകളിലോട്ട് വരുമ്പോ കുറച്ചൊരു ചന്ദ്രകലയൊക്കെ കാണും. റൈറ്റ്? जस्ट ഒരു പോർഷൻ है ना. अमावस्या को चांद दिखता है क्या? नहीं, लेकिन धीरे धीरे प्रकट होता है. प्रथमा द्वितीय प्रतिपद होता है, द्वितीय होता है, ऐसा बड़ा बड़ा होता है. അതുപോലെ ചില ലീലകളൊക്കെ അംശ അവതാരങ്ങളാണ്. അപ്പൊ ഈ മത്സ്യാവതാരമൊക്കെ വരുമ്പോ കുറച്ച് മാത്രം ഭഗവാന്റെ ശക്തി കാണിക്കും. റൈറ്റ്? ബട്ട് ഫുൾ രൂപത്തിൽ വരുമ്പോ, ഭഗവാന്റെ പൂർണ്ണ രൂപത്തിൽ വരുമ്പോ പൂർണ്ണ ചന്ദ്രനായിരിക്കും. റൈറ്റ്? അതുകൊണ്ട് 3 ഭഗവാന്റെ രൂപങ്ങൾ മാത്രം കംപ്ലീറ്റ് ആണ്, പൂർണ്ണ രൂപങ്ങളാണ്. ഏതൊക്കെ? 3 forms of the Lord, complete. Right? നരസിംഹ, രാമ, കൃഷ്ണ. റൈറ്റ്? ആക്ച്വലി വി ക്യാൻ കോൾ നരസിംഹ ചന്ദ്ര, പക്ഷെ നമ്മൾ വിളിച്ച് കേട്ടിട്ടില്ല. പക്ഷെ രാമചന്ദ്ര, റൈറ്റ്, ഇസ് എ ഫുൾ മൂൺ. രാമചന്ദ്ര ആൻഡ് കൃഷ്ണചന്ദ്ര കേട്ടിട്ടുണ്ടോ? കൃഷ്ണചന്ദ്ര എന്ന് വിളിക്കാറുണ്ട്. രാമചന്ദ്ര, കൃഷ്ണചന്ദ്ര. സോ ഈസ് ലൈക്ക് ദ ഫുൾ പേഴ്സണാലിറ്റി. റൈറ്റ്? നരസിംഹ ഭഗവാൻ ഡിഡ് നോട്ട് ഹാവ് ബാല്യലീല. റൈറ്റ്? അത് മാത്രം ഉണ്ടായിരുന്നില്ല. കാര്യം വേറൊരു ബാലകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്, മാത്രമല്ല ബാല്യലീല കാണിക്കാൻ അവിടെ സമയമില്ല, എമർജൻസിയാണ്. റൈറ്റ്? മറ്റേ ഇതുപോലെ ആംബുലൻസ് വരുന്ന പോലെയാണ് നരസിംഹ ഭഗവാൻ വന്നത്, പെട്ടെന്ന് വന്ന് കാര്യം തീർക്കണം. അതുകൊണ്ട് ചൈൽഡ്ഹുഡ് ഒന്നും കാണിക്കാൻ സമയം ഉണ്ടായില്ല. ബട്ട് സ്റ്റിൽ നരസിംഹ ഇസ് കൺസിഡർഡ് പൂർണ്ണ
and Ramachandra is complete Purnatara and Krishna is Purnatama, right? So അങ്ങനെ വന്നു. സോ ഈ രാമചന്ദ്ര ഭഗവാന്റെ പൊസിഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാല്, അങ്ങനെ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആണെങ്കിൽ പോലും, ഓൾദോ ഹി ഈസ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താ നമുക്ക് തോന്നുക? ഇപ്പൊ ഒരാള് ഭഗവാൻ, ഇസ്കോണിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരാൾ ഭഗവാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്താ തോന്നുക? ഭയം തോന്നും അല്ല? ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? ഇപ്പൊ ഒരാളെ നമ്മൾ വഴിയിൽ കാണുന്നു, ഇയാൾ ഭഗവാനാണോ അല്ലയോ? എന്തുണ്ടായിരിക്കണം? TV സീരിയലൊക്കെ കണ്ടു വളർന്ന നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കണം, ശരി, ഓക്കെ. പ്രൗഢി ഉണ്ടായിരിക്കണം അല്ലെ? ഐശ്വര്യം ഉണ്ടായിരിക്കണം. അതാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? പുറകിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് ഒക്കെ വരണം അല്ലേ? ശരിയല്ലേ? ആ ലൈറ്റ് കിടന്ന് കറങ്ങണം. അങ്ങനെയൊക്കെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നത് അല്ലെ? ഐശ്വര്യം. അതുകൊണ്ടാണ് പ്രഭുപാദ് ഈ ഭഗവാൻ എന്നുള്ള വാക്ക് ഉണ്ടാക്കിയപ്പോ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്നൊരു വാക്കുണ്ട്. ഈ ഗോഡ് ഹെഡ് എന്ന് പറയുന്നത് എന്തിനു പ്രതിനിധീകരിക്കുന്നു? ഐശ്വര്യത്തിന്, ഭഗവാന്റെ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു, റൈറ്റ്? ഗോഡ് ഹെഡ് മീൻസ് परम दिव्य उत्तम पुरुष, क्या कहते हैं? परम पुरुष, वॉट एवर, ഓൾ കൺട്രോളർ. അങ്ങനെ ഒരു ഇതാണ് നമ്മൾ ഭഗവാന്റെ ശക്തിയെ നമ്മൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ അറിയാതെ, നമ്മൾ പറയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു വാക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ ഈശ്വരനെ കുറിച്ച്, ഈ ഗോഡ് ഹെഡിനെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ കൊടുത്ത്, അതിനൊരു അണ്ടർലൈൻ ഒക്കെ ചെയ്ത്, അതിനൊരു ബോൾഡ് ഒക്കെ കൊടുത്ത്, നമ്മളെ സംബന്ധിച്ച് പ്രധാനം എന്താണ്? ഈ ഗോഡ് ഹെഡ് എന്നുള്ള വാക്കാണ് നമുക്ക് പ്രധാനം. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മളൊക്കെ ഇവിടെ ഓരോ കഷ്ടത്തിൽ പെട്ട് കിടക്കുകയാണ്. അത്രേ കർമ്മഫലം കാരണം ഇവിടെ മുകളിലോട്ട് പോവുക, ഇല്ല താഴോട്ട് ഉറപ്പാണ് പോവുക ഈ ജന്മം കഴിഞ്ഞിട്ട്. അങ്ങനെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ ശക്തി വെച്ച് നമ്മളെ താങ്ങി നിർത്താനേ, നമ്മുടെ കാര്യം ഭയങ്കര കട്ടപ്പോകുകയാണ്. അതുകൊണ്ട് നമ്മളെ താങ്ങി നിർത്താൻ ശക്തിമാനായ ഒരു വ്യക്തി വേണം, ഇല്ലേ? അതുകൊണ്ട് എല്ലാവരും ദൈവത്തിന്റെ ശക്തിയെയാണ് കാണുന്നത്, ശക്തിക്ക് പുറകാണ് എല്ലാവരും പോകുന്നത്, ശരിയല്ലേ? പക്ഷേ കുറെ നാള് നമ്മൾ ഭക്തിയിൽ വന്ന് ഹരേ കൃഷ്ണയൊക്കെ ജപിച്ച് ശില പ്രഭുപാദിന്റെയും നമ്മുടെ ഗുരുപരമ്പരയുടെ ഒക്കെ അസോസിയേഷനിൽ കൃഷ്ണന്റെ കഥകൾ, രാമകഥകളൊക്കെ കേട്ട് വരുന്ന സമയത്ത് ഗോഡ് ഹെഡ് ഉണ്ട് അവിടെ, ഭഗവാൻ അനന്ത ശക്തിയാണ്, ഒക്കെയാണ്. പക്ഷെ നമ്മൾ ഇതിൽ വേറൊരു വാക്കിനെ നമ്മൾ ബോൾഡ് ചെയ്യും, അതിന് പ്രാധാന്യം കൊടുക്കും. ഏത് വാക്ക്? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡില് ഗോഡ് ഹെഡ് അവിടെ ഇരിക്കട്ടെ, തുടക്കത്തിൽ അതാണ് നമുക്ക് പ്രധാനപ്പെട്ട വാക്ക്, ഓക്കെ. പിന്നെ ഏത് വാക്കിന് നമ്മൾ പ്രാധാന്യം കൊടുത്തു തുടങ്ങും? സുപ്രീം ഓഫ്, ഓക്കെ. എപ്പോഴും സുപ്രീമാണ്. ഇനി ഒരു വാക്കേ ഉള്ളൂ, ഓഫ് ആരും പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ പേഴ്സണാലിറ്റി, റൈറ്റ്? അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തു തുടങ്ങും. സുപ്രീം പേഴ്സണാലിറ്റി എന്ന് വെച്ചാല് ഭഗവാന്റെ മാധുര്യം, ആ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു എന്താ പറയുക, ഒരു സൗന്ദര്യം, റൈറ്റ്? ഭഗവാന്റെ ക്വാളിറ്റീസ് ഓരോ സന്ദർഭത്തിലും ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ വേറെ ആർക്കും സാധിക്കില്ല. और कोई भगवान जैसा शक्तिशाली भी नहीं बन सकता, लेकिन भगवान जैसा व्यक्तित्व जो है ना, और किसी को हो नहीं सकता, क्योंकि भगवान की लीलाएं इतने मधुर है, सुंदर है. അതുകൊണ്ട് പറയുന്നത് സുപ്രീം, ഇവിടെ പറയുന്ന അതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ശൈലപൂർണ എന്താ പറഞ്ഞു കൊടുത്തത് രാമാനുജാചാര്യർക്ക്? രാമൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആണെന്ന്. പക്ഷെ അവിടെ എന്താ പറഞ്ഞു കൊടുത്തേ? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്നല്ല, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞു കൊടുത്തു, അല്ലേ? ഭഗവാന്റെ വ്യക്തിത്വത്തിന്റെ മാധുര്യം, റൈറ്റ്? സോ അതുകൊണ്ട് പറയുന്നത്, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. എന്തിനാ വന്നേ താങ്കൾ ഈ ഭൂമിയിലേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനാണ് ഭഗവാൻ ഉത്തരം പറയുന്നത്. പരിത്രാണായ സാധൂനാം, ഈ വിനാശായയുടെ കൂടെ മാത്രം ഒരു ചാന്ന് ഭഗവാൻ ആഡ് ചെയ്തു. ആൻഡ് എന്ന് വെച്ചാൽ എന്താ? അതിന്റെ കൂടെ സൈഡ് ബിസിനസ് ആയിട്ട് അത് നടന്നു പോകും എന്ന് പറയും. ഈ മലയാളത്തിൽ പറയും, നമ്മളൊരു ആനയെ മേടിച്ചു കഴിഞ്ഞാൽ തോട്ടിയും കൂടെ തരണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതതിന്റെ കൂടെ തോട്ടിയും ചങ്ങലയും ഒക്കെ അതിന്റെ കൂടെ വന്നോളും, ഇല്ലേ? സെക്കൻഡ് ഹാൻഡ് ആനയെ മേടിച്ചാൽ പോലും എന്ത് വരും കൂടെ? തോട്ടിയും ചങ്ങലയൊക്കെ കൂടെ വന്നോളും. വന്നില്ലെങ്കിൽ പണിയാണ്, അല്ലെ?
എന്ന് പറയുന്ന പോലെ ഭഗവാന്റെ ഈ പറയുന്ന ഐശ്വര്യങ്ങളൊക്കെ താനെ കൂടെ വന്നോളൂ. എന്ത് വരണം നമ്മള്? ഭഗവാന്റെ ആ പേഴ്സണാലിറ്റി നമ്മുടെ കൂടെ വന്നാൽ മതി, റൈറ്റ്? എന്ന് പറയുന്നത് പോലെ ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് വിനാശായിച്ച ദുഷ്കൃതം, അത് തോട്ടി പോലെയാണ്. അത് എന്റെ ലീലയുടെ കൂടെ സൈഡായിട്ട് വന്നു, സൈഡ് ബിസിനസ് ആയിട്ട് വന്നു. പ്രധാനപ്പെട്ട എന്താണ് ചെയ്യാനുള്ളത്? പരിത്രാണായ സാധന, എന്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എവിടെ നിന്ന് രക്ഷിക്കാൻ? ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കാനല്ല, റൈറ്റ്? അതല്ല. എന്ത് പ്രശ്നത്തിൽ നിന്ന് ഭക്തന്മാരെ രക്ഷിക്കാനാണ്? ഭക്തന്മാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? മരണം, വാർദ്ധക്യം, ജനനം, അതെല്ലാവർക്കും ഉള്ള പ്രശ്നം. പക്ഷെ യഥാർത്ഥ ഭക്തന്മാരുടെ പ്രശ്നം എന്താണ്? ഈ ലോകത്തില് കൃഷ്ണനെ കാണുന്നില്ല, കൃഷ്ണൻ നമ്മുടെ കൂടെ ഇല്ല, റൈറ്റ്? ആ ഒരു സെപ്പറേഷൻ, ആ പെയിൻ ആണ് ഭക്തന്മാരുടെ യഥാർത്ഥ പ്രശ്നം, അല്ലെ? അസുരന്മാര് കൊടുക്കുന്ന പെയിൻ ഒന്നും പെയിനേ അല്ല. എന്റെ കാര്യമല്ല പറഞ്ഞത്, ആക്ച്വൽ ഡിവോട്ടീസിന്റെ കാര്യം, റൈറ്റ്? അവരുടെ യഥാർത്ഥ പെയിൻ എന്താണ്? കൃഷ്ണന്റെ വിരഹം, സെപ്പറേഷൻ. അതുകൊണ്ട് പരിത്രാണായ സാധുനാം. അങ്ങനെ ഭക്തന്മാരെ രക്ഷിക്കണമെങ്കിൽ ആര് വരണം? കൃഷ്ണൻ തന്നെ സ്വയം വരണം. ദുഷ്കൃതികളെ നശിപ്പിക്കാൻ ഭഗവാന് ഒരു സ്വിച്ച് ഇട്ടാൽ മതി, എല്ലാം ഓഫായി പോകും, ഇല്ലേ? എല്ലാ അസുരന്മാരും ഓഫായി പോകും. പക്ഷേ അങ്ങനെ സപ്പോസ് ഭഗവാൻ ക്വിക്ലി ഫിനിഷ് ചെയ്തിരുന്നു എന്നിരിക്കട്ടെ, अगर भगवान ने एक स्विच डाला और सभी असुरों का सत्यानाश, पूरा नाश कर दिया, विनाश कर दिया, तो भगवान का जो लीला है बहुत छोटा हो जाएगा और हम लोगों का क्या होगा? ഭഗവാൻ വന്നു, നരസിംഹ ഭഗവാന്റെ കാര്യം പോലെ വന്നു നശിപ്പിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പലതും നഷ്ടപ്പെടും, ഇല്ലേ? ശ്രീരാമനവമി ഉണ്ടാവില്ല, ദസറ ഉണ്ടാവില്ല, ദീപാവലി ഉണ്ടാവില്ല, അയോധ്യ ഉണ്ടാവില്ല, ചിത്രകൂടം ഉണ്ടാവില്ല, രാമേശ്വരം ഉണ്ടാവില്ല, ലങ്ക ഉണ്ടാവില്ല. എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന ആലോചിച്ച് നോക്കൂ. കിഷ്കിന്ധ ഉണ്ടാവില്ല, ഹംപി പോയിട്ടുണ്ടോ? So many places we will miss, so many pastimes we will miss, so many devotees, so many songs, everything we will miss if വിനാശായിച്ച ദുഷ്കൃതം മാത്രം ഒന്ന് ചെയ്തിട്ട് ഭഗവാൻ പോയി കഴിഞ്ഞാല് നമുക്കിതൊക്കെ നഷ്ടമാവും, റൈറ്റ്? അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് വിചാരിച്ചത്? ശരി, ഞാൻ കുറച്ചു കാലം ഇവിടെ നിൽക്കാം എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ എത്ര കാലം ഇവിടെ ഉണ്ടായിരുന്നു? Who knows how many years Ramachandra lived in this world? Krishna, how many years? 125. Chaitanya Mahaprabhu 48. 48. Okay. Ramachandra almost close, right? 11,000. 11,000 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ത്രേതായുഗത്തിൽ അത് വലിയൊരു കാലഘട്ടമല്ല, റൈറ്റ്? അത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് പറയുന്നത് ഭഗവാൻ അങ്ങനെ വന്നു എന്ന് മാത്രമല്ല, ഭഗവാൻ അസുരന്മാരെ വധിക്കാം. പക്ഷെ ആരുടെ സഹായം എടുത്തു? വാനര സൈന്യത്തിന്റെ സഹായം എടുത്തു, റൈറ്റ്? ആവശ്യമില്ല ഭഗവാന്, പക്ഷെ അവരുടെ സഹായം എടുത്തു. കാര്യം ആ ലീല വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് വേറൊരു കഥ ഞാൻ കേട്ടത്, പലരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് ഭഗവാൻ അവതരിക്കുന്നത്. പല ഭക്തന്മാരും പല സമയത്ത് ഭഗവാനോട് പല അഭ്യർത്ഥനകൾ ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? പല റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. थोड़ा थोड़ा समझ रहे हैं ना हिंदी? ठीक है, सॉरी. सो पला पला क्या बोलते हैं, भगवान से कुछ विनती किए होंगे, प्रार्थना किए होंगे कि भगवान मेरे लिए आप कृपा करके ये करिए. അങ്ങനെ കുറെ റിക്വസ്റ്റ് അതിനെ അക്യൂമുലേറ്റ് ചെയ്ത് ഭഗവാൻ എന്ത് ചെയ്യും? ശരി, റിക്വസ്റ്റ് 1, 2, 3, 4, 8, 10, 100, 1000, 1000 എല്ലാ ഭക്തന്മാരുടെ റിക്വസ്റ്റ് ചേർത്ത് വെച്ച് ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാന്റെ ആ ഒരു ലീലയില് ഈ റിക്വസ്റ്റുകളൊക്കെ ഭഗവാൻ ഫിറ്റ് ചെയ്ത് എല്ലാം ഒരുമിച്ച് നടത്തും, റൈറ്റ്? ദാറ്റ് ഈസ് കൃഷ്ണസ് അമേസിങ് ക്വാളിറ്റി, റൈറ്റ്? നമ്മൾ ചിലപ്പോൾ പുറത്തു പോകുന്ന സമയത്ത് ചില ആൾക്കാരുണ്ട്, കടയിൽ പോയി ഇത് മേടിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാം കൂടെ ഒറ്റ വിസിറ്റിൽ അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് വരും, റൈറ്റ്? ദാറ്റ് ഈസ് what you call expertise. അതുപോലെ ഭഗവാന് അങ്ങനെയാണ്. അപ്പൊ ഒരു പ്രാവശ്യം എന്തായെന്ന് വെച്ചാല് ലക്ഷ്മി ദേവിക്ക് ഒരു ആഗ്രഹം, ठीक है? ലക്ഷ്മി ദേവിക്ക് ചെറിയൊരു ആഗ്രഹം എന്താന്ന് വെച്ചാല്, ഈ വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ഏറ്റവും കൂടുതൽ ആരാണ് ഭഗവാനെ സേവിക്കുന്നത് വൈകുണ്ഠത്തില്? ലക്ഷ്മി ദേവി എന്ന് പറയാം, അല്ലെ? ഭഗവാന്റെ പാദസേവനം ഇരുന്ന് ചെയ്യുകയാണ് ലക്ഷ്മി ദേവി.
എപ്പോഴും സർവീസ് ആണ് ലക്ഷ്മി ദേവിക്ക്. പക്ഷെ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് പറഞ്ഞു ലക്ഷ്മി ദേവി. നേരത്തെ ആരോ പറഞ്ഞു. ഇപ്പോ ആരും കൂടെ ഉണ്ട് അതിന്റെ സമയത്ത്? അനന്തശേഷനും കൂടെ ഉണ്ട്. അപ്പൊ ലക്ഷ്മി ദേവി ഭഗവാനോട്, നാരായണനോട് പറയാണ്, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് നമുക്കൊരു പ്രൈവസി കിട്ടുന്നില്ല അല്ലെ? എപ്പോഴും ഈ പറയുന്ന അനന്തശേഷൻ നമ്മൾ ചെയ്യുന്ന ഈ സേവനത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അത് ഒരു കണ്ണും രണ്ടു കണ്ണൊന്നും അല്ല. Certain mobile phones have 8-10 cameras, but Ananta Shesh is like, Ultra Pro Max, what do you call, like, HD Pro or whatever, like Ananta Shesh അത്രയും കണ്ണുകൾ അല്ലേ? അനന്ത ഫണങ്ങളുണ്ട്, 1000 ഫണങ്ങളുണ്ട്, എത്രയോ ഫണങ്ങളുണ്ട്, അനന്ത ഫണങ്ങളുണ്ട്. അതിൽ ഓരോന്നിനും രണ്ട് കണ്ണ് വീതമുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലക്ഷ്മി ദേവി ചെയ്യുന്ന സേവനവും നാരായണേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം. അപ്പൊ ലക്ഷ്മി ദേവിക്ക് നാച്ചുറലി വീട്ടിൽ ഇങ്ങനെ ഒരു സംസാരം വരും അല്ലെ? നമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സമയം കിട്ടുന്നില്ല അല്ലെ? വെക്കേഷൻ സമയമാണ്, എവിടെങ്കിലും നമുക്കൊന്ന് പോയി ഒന്ന് വണ്ടർലായിലോ എവിടെങ്കിലും ഒക്കെ പോയി വരാന്ന് വിചാരിക്കുന്ന സമയത്ത് എന്താണ്, എല്ലാ ഞായറാഴ്ച അവിടെ അമ്പലത്തിൽ പരിപാടിയുണ്ട്, സേവാ എന്ന് പറഞ്ഞ് വിളിക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ചിലപ്പോ തോന്നും അല്ലേ? സത്യമല്ലേ? സത്യമാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് റൈറ്റ്, സോ ലക്ഷ്മി ദേവിക്ക് ഇങ്ങനെ ഒരു റിക്വസ്റ്റ്. അപ്പൊ നാരായണൻ പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യാം, ഫോർ പ്രൈവസി, എന്റെ രാമാവതാരം വരുന്ന സമയത്ത് അവിടെ നീ ആഗ്രഹിക്കുന്നത് നടക്കും. പക്ഷെ ഭഗവാൻ പറഞ്ഞു, പക്ഷെ ഇതേ പ്രയർ അനന്തശേഷനും വെച്ചിട്ടുണ്ട്. അദ്ദേഹം വേറൊരു പ്രയർ വെച്ചിട്ടുണ്ട്, എന്റെ ഒരിക്കലും പിരിയരുത് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതും നടത്തണം ഇതും നടത്തണം, പക്ഷെ ഞാൻ കുറച്ച് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടും ഒക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി സീതാദേവി ആയിട്ട് വന്ന സമയത്ത് സീതാദേവിക്ക് പ്രൈവറ്റ് ടൈം കിട്ടിയോ ഇല്ലയോ? ഇല്ലേ? കിട്ടി എന്ന് പറയുന്ന ഒരു കൈ നോക്കുക. ഇഷ്ടം പോലെ, ആവശ്യത്തിന് നല്ലൊരു പ്രൈവറ്റ് ടൈം കിട്ടി എന്ന് പറയുന്നവര് ഓക്കെ, ഇല്ല എന്ന് പറയുന്നവര്, ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നവര് ഓക്കെ. സോ ആക്ച്വലി സീത എന്താ പറയുക, സ്വയംവരം നടന്നതിന് ശേഷം കാട്ടിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ രാമന്റെ ലീല എത്ര കാലം ഉണ്ടായിരുന്നു? 11,000 വർഷം ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചാണ് നമുക്ക് സീരിയൽ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇന്നത്തെ സീരിയലില് എന്താണ്, സീതാ സ്വയംവരം അടുത്ത ദിവസം തന്നെ കാട്ടിലേക്ക് പോകുന്ന ഒരുക്കമായി. അതിന്റെ അടുത്ത ദിവസം അവരൊക്കെ കരയാൻ തുടങ്ങി. അതിന്റെ അടുത്ത ദിവസം ടപ്പേ പറഞ്ഞ് തീരും. ആകെയുള്ള അരമണിക്കൂർ, അതിനിടയ്ക്ക് 10 മിനിറ്റ് നമ്മൾ എന്താ പറയുക, പരസ്യവും കാണിച്ചു പോകണം. അതുകൊണ്ട് നമുക്ക് സമയമില്ല. പക്ഷെ ആക്ച്വലി രാമലീല നടന്നപ്പോ സ്വയംവരത്തിന് ശേഷം 12 വർഷക്കാലം, എത്ര വർഷം? 12 വർഷക്കാലം സീതാരാമ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ, വൈകുണ്ഠത്തിൽ ഉണ്ടായിരുന്ന സന്തോഷത്തിനേക്കാളും എത്രയോ മടങ്ങ്, 10 മടങ്ങ് സീതാദേവി പറഞ്ഞു, എനിക്ക് തിരിച്ച് വൈകുണ്ഠത്തിൽ നിന്നും പോണ്ട, ഇത് മതി എന്ന് സീതാദേവി പറയുന്ന രീതിയിൽ വളരെ സന്തോഷത്തോടെ 12 വർഷക്കാലം കഴിച്ചുകൂട്ടിയ ശേഷമാണ് ദശരഥ മഹാരാജാവിന് അടുത്തൊരു ആഗ്രഹം വരുന്നത്. അതായത് എനിക്ക് പ്രായമായി, അടുത്ത അനന്തരാവകാശിയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ തുടങ്ങുന്നു. പിന്നെ നമുക്കറിയാം കൈകേയിയുടെയും ഇതൊക്കെ അറിയാം. അപ്പൊ 12 വർഷം അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനുശേഷവും പിന്നെയും പറഞ്ഞു, വനവാസത്തിന് പോകുന്ന സമയത്ത് വനവാസത്തിലും കുറെ കാലം, വർഷങ്ങളോളം അവർ വനവാസത്തിൽ ഉണ്ടായിരുന്നു. അവിടൊക്കെ സീതാരാമചന്ദ്ര ഭഗവാൻ, ഈവൻ അയോധ്യാവാസികളുടെ ശല്യം പോലും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ അവർ ജീവിച്ചു. റൈറ്റ്? സോ ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്കറിയാം, സോ എന്തിനു പറയുന്നു ഇങ്ങനെ, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെങ്കിലും, അപ്പൊ നമ്മൾ ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇനി മുതല് വല്ലപ്പോഴുമെങ്കിലും നമുക്ക് ഏത് വാക്കിൽ ശ്രദ്ധ വേണം? പേഴ്സണാലിറ്റി എന്നുള്ള വാക്കിൽ, സുപ്രീം പേഴ്സണാലിറ്റി. റൈറ്റ്? നമ്മൾ അതിനു വേണ്ടിയാണ് വന്നത്. സുപ്രീം ഗോഡ് ഹെഡ് ആയിക്കോട്ടെ, ഗോപികമാരുടെ സ്ഥാനം, വൃന്ദാവനവാസികളുടെ സ്ഥാനം ഒക്കെ വരുമ്പോ അവർക്ക് ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തെന്നേ അറിയേയില്ല. റൈറ്റ്? ആ വാക്കേ അവർക്കറിയില്ല. ഓ ഉണ്ടോ, ശരി, ഇരിക്കട്ടെ എന്ന് പറയും അല്ലേ? കറക്റ്റ് അല്ലേ? പക്ഷെ അവർക്ക് ഏതാണ് വേണ്ടത്? പേഴ്സണാലിറ്റി. സോ ഭഗവാന്റെ ആ ഗുണങ്ങളാണ് നമ്മൾ ആകർഷിക്കപ്പെടേണ്ടത്. റൈറ്റ്? അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? വാനരന്മാരുടെ സഹായം എടുത്തു, വിഭീഷണനോട് അഡ്വൈസ് ചോദിച്ചു. റൈറ്റ്? മാത്രമല്ല
ശ്രീരാമചന്ദ്രഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അപ്രത്യക്ഷമായി അവിടെ പ്രത്യക്ഷമാവാൻ പറ്റുമോ? പറ്റും. പക്ഷെ എന്നാൽ ഒരു പാലം പണിതു, റൈറ്റ്, built a bridge. Why? क्यों ऐसा भगवान ने कहा किया? भक्तों को अपनी लीला में कुछ भूमिका देनी है ना? नहीं तो सब भगवान ने किया तो हमारा क्या होगा, है ना? तो that is why the first lesson is Lord Ramachandra is the supreme of Godhead. So ഇതാണ് ശൈലപൂർണ്ണ പഠിപ്പിച്ചു കൊടുത്തത്, റൈറ്റ്? സമയം കുറഞ്ഞു വരുന്നു. സോ വാട്ട് ഇസ് സെക്കൻഡ് പോയിന്റ്, വാട്ട് ഇസ് സറണ്ടർ? ശരണാഗതി, ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് പഠിപ്പിച്ചു. സോ നമുക്ക് പറയാൻ കുറേ ഉണ്ട്, പക്ഷെ സമയമില്ല. ശരണാഗതിന്റെ മഹത്വം കാണിച്ചു കൊടുക്കുന്ന ലീലയാണ്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇതൊക്കെ കഴിഞ്ഞു, സീതാ സ്വയംവരമൊക്കെ കഴിഞ്ഞു, 12 വർഷം അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പിന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? ദശരഥൻ വന്നു, രാമനെ പട്ടാഭിഷേകം ചെയ്യിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കറിയാം ആര് വന്നു? ഇടയ്ക്ക് വില്ലത്തിയായിട്ട് ആര് വന്നു? മന്ഥര. ആക്ച്വൽ വില്ലത്തി ആരാണ്? മന്ഥര. ഒരു കാര്യം കൂടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, അയോധ്യവാസികൾ അത്രയും ഹാപ്പി ആയിരുന്നു. രാമ സീത അവർ രണ്ടുപേരെയും ദിവസം കണ്ടു കഴിഞ്ഞാലേ ഇവർക്ക് പരാതിയൊന്നും പറയാനില്ല. അവിടെ ഒരു കോടതി ഉണ്ടായിരുന്നു. ഓക്കെ, ആക്ച്വലി ഈ രാജദർബാർ തന്നെയാണ് അവിടെ കോർട്ട്. അല്ലാതെ പാർലമെന്റ് വേറെ, സുപ്രീം കോർട്ട് വേറെ. ഈ പറയുന്ന പോലെ നിയമസഭ അവിടെ ഒരു ചെലവ്, ഹൈക്കോർട്ടിൽ വേറൊരു ചെലവ്, ഒന്ന് തിരുവനന്തപുരം, ഒന്ന് എറണാകുളം, ഇങ്ങനൊന്നും ഇല്ല. എല്ലാമേ ആ രാജസഭയിലായിരുന്നു, റൈറ്റ്? ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രാജസഭ തന്നെയായിരുന്നു കോർട്ട്. അവിടെ പരാതി പറയാൻ ഒരു മണി ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ആ മണി ആരും അടിക്കുന്നില്ല, അത് മാത്രം, ബാക്കി എല്ലാം ക്ലീൻ ഫ്രഷ് ആയിരിക്കും. ഈ മണി മാത്രം ദ്രവിച്ചു പോയി, വളരെ ഒരു എന്താ പറയാ, മെയിൻ്റനൻസ് ഇല്ലാതെ ഉപയോഗശൂന്യമായി പണ്ടത്തെ കട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു KSRTC കണക്കെ അത് മാത്രം അവിടെ നിൽക്കുന്നു. ബാക്കി എല്ലാം ക്ലീൻ, എല്ലാം ബ്യൂട്ടിഫുൾ, റൈറ്റ്? എന്തുകൊണ്ട്? ആർക്കും പരാതിയേ ഇല്ല. എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ അവർ ഈ രാജ്യസഭയിലേക്ക് കംപ്ലൈന്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ആ രാജസിംഹാസനത്തില് ദശരഥന്റെ അടുത്ത യുവരാജാവായിട്ടിരിക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ ഒരു മുഖ സൗന്ദര്യവും ആ സീതാദേവിയുടെ ഒരു രാമനോടുള്ള ആ സ്നേഹത്തോടുള്ള ഒരു നോട്ടവും സീതാദേവിയുടെ ശാലീനതയൊക്കെ നോക്കുന്ന സമയത്ത് അവരെന്തിനാ വന്നേന്നേ മറന്നുപോയി. പ്രശ്നങ്ങളൊക്കെ അവർക്ക് അപ്പൊ തന്നെ ഇല്ലാതെയായി, റൈറ്റ്? സച്ച് ബ്യൂട്ടിഫുൾ തിങ്. അത് എല്ലാവരും അയോധ്യവാസികൾ ഹാപ്പി. ഒരു കൂട്ടര് മാത്രം ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. ആരാന്നറിയാമോ? സ്വർഗലോകത്തിരിക്കുന്ന ദേവതമാർ. എന്തുകൊണ്ട്? ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ച് പാൽക്കടലിന്റെ ഇതൊക്കെ പോയിട്ട് സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ ഭൃത്വാ അത്യതിഷ്ഠദശാങ്കുലം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് താഴേക്ക് കൊണ്ടുവന്ന് അവതാരം ചെയ്ത് ഭഗവാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നു കഴിഞ്ഞാല് അപ്പുറത്താരുണ്ട്? ലങ്കയില് രാവണൻ. ലങ്കയിൽ മാത്രമല്ല, ഹെഡ്ക്വാർട്ടേഴ്സ് ലങ്കയും അതിന്റെ ബ്രാഞ്ച് ഓഫീസ് ആയിരുന്നു സ്വർഗലോകം. മനസ്സിലായില്ലേ? ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ, അവിടെ ബ്രാഞ്ച് ആയിരുന്നു. മനസ്സിലായില്ലേ? ഇതിനൊന്നും ഇരിക്കാൻ സ്ഥാനം, ഒരു ഇരിക്കപ്പുറതിയില്ല. അങ്ങനെ നിൽക്കുമ്പോ മനസ്സിലായില്ലേ? പ്രതിപക്ഷത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ടെൻഷൻ മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവരോട് ചോദിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾ, ദേവന്മാര്, അവരെന്ത് ചെയ്തു? ഈ മന്ഥരയുടെ അകത്ത് കയറി കുറെയൊക്കെ, ദേവന്മാർക്ക് പലതും ചെയ്യാൻ സാധിക്കും. അത്ര നല്ലവരാണെന്ന് വിചാരിക്കരുത്. ദേവന്മാരൊക്കെ ഡിവോട്ടീസ് തന്നെയാണ്, പക്ഷെ എന്നാലും ഡിവോട്ടീസ് തന്നെ പല വിധവും ഉണ്ട്, അല്ലെ? ആരുടെയും കാര്യം പറയില്ല, ഞാൻ എന്റെ കാര്യം തന്നെ പറയാം, റൈറ്റ്? സോ അങ്ങനെ ദേവതമാര് എന്താ പറയാ, പിരികേറ്റി ഇൻഡ്യൂസ് ചെയ്ത്, അല്ലെ, അങ്ങനെ മന്ഥര വഴി അത്രയും വലിയ ഭക്തയായിരുന്ന കൈകേയിയുടെ അകത്ത് വിഷം ഉള്ളിൽ കുത്തിക്കയറ്റി. അങ്ങനെ കൈകേയി കാരണം നടക്കേണ്ട ഇത് നടന്നില്ല, അല്ലെ? എന്താണ് പറയാ, പട്ടാഭിഷേകം നടന്നില്ല. സുശീല പ്രഭുപാദും പറയുന്നുണ്ട്, ഇസ്കോൺ കനോട്ട് ബി ഡാമേജ്ഡ് ഫ്രം ഔട്ട്സൈഡ്, റൈറ്റ്? അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഒരിക്കലും പുറത്തു നിന്ന് ആർക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, ആർക്കുമേ ചെയ്യാൻ പറ്റില്ല. ദ്വാരകയുടെ എക്സാമ്പിളും പ്രഭുപാദ് പറയുന്നു. ദ്വാരക ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത സ്ഥലമാണ്.
അതേപോലെ തന്നെ അയോധ്യ എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം എന്താണ്? അയോധ്യ, യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് അയോധ്യ. പക്ഷെ എവിടെ നിന്ന് തോൽപ്പിക്കാൻ സാധിക്കും? ഈ വെസ്റ്റേൺ ക്ലാസിക്സിൽ ബ്രൂട്ടസ് എന്നൊരു ഇതിനെ കുറിച്ച് പറയും, കേട്ടോ? യൂട്യൂബ് ബ്രൂട്ടസ്, അയാളുടെ പേരെന്താ? അഗസ്റ്റസ് സീസർ, വാട്ടെവർ. ആ, ജൂലിയസ് സീസർ. അകത്ത് നിന്നാണ് പാര വെച്ചത്, റൈറ്റ്? അതുപോലെ അകത്ത് നിന്ന് ഈ പ്രസ്ഥാനത്തെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. ജഗസാക്ഷി പ്രഭു പലപ്പോഴും പറയാറുണ്ടല്ലോ, ഭൗതിക ലോകത്തിനകത്തൊരു ആധ്യാത്മിക ലോകം പ്രഭുപാദ സൃഷ്ടിച്ചു, ആ ആധ്യാത്മിക ലോകത്തിനകത്ത് മറ്റൊരു ഭൗതിക ലോകം സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും, അല്ലെ? അങ്ങനെ പറയാറുണ്ട്. അതുപോലെ അങ്ങനെയാണ് മന്ഥര കൈകേയിയെ എന്താ പറയാ, വളച്ച് ഈ അത്യായുധങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ രാമന് കാട്ടിൽ പോകേണ്ടി വന്നു. ആർക്കായിരുന്നു ശാപം കാട്ടിൽ പോകാൻ? അല്ല, ആജ്ഞ. ശാപമല്ല, അച്ഛന്റെ ആജ്ഞ. രാമന് മാത്രമായിരുന്നു, ശ്രീരാമചന്ദ്ര ഭഗവാൻ മാത്രം കാട്ടിൽ പോകണം എന്നായിരുന്നു കൈകേയി പറഞ്ഞത്, ഇല്ലേ? അപ്പൊ രാമചന്ദ്ര ഭഗവാൻ കാട്ടിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സെക്കൻഡ് പോയിന്റ്, സെക്കൻഡ് ലെസൺ, ശരണാഗതിയെ കുറിച്ച് പറയുന്നത്, റൈറ്റ്? ശരണാഗതി, സീതാദേവിയുടെ ശരണാഗതി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു നല്ല ബ്യൂട്ടിഫുൾ രാമായണത്തിലെ ശ്ലോകം ഞാൻ എഴുതിയിട്ടുണ്ട്. സോ യസ്ത്വയാ സഹസ സ്വർഗോ നിരയോ യസ്ത്വയാ വിനാ ഇതി ജാനൻ പരാം പ്രീതിം ഗച്ഛ രാമ മയാ സഹ. അതായത് സീതാദേവി പറയുന്നു, രാമൻ പറഞ്ഞു കാട്ടിലേക്ക് പോകാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകില്ല. കാര്യം എന്താണെന്നറിയാമോ? സീതാദേവി കാട് കണ്ടിട്ടില്ല അതുവരെ. രാജകൊട്ടാരത്തിലാണ് ജനിച്ചത്, വളർന്നത്. അത് കഴിഞ്ഞ് പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് നേരെ ഈ പറയുന്ന എന്താ പറയുക, രാജപ്രൗഢിയോടെ രാജവീഥികളിലൂടെയാണ് അയോധ്യയിലേക്ക് വന്നത്. ഇടയ്ക്ക് കാട് കണ്ടിട്ടില്ല. രാമനോ കണ്ടിട്ടുണ്ടോ കാട്? എപ്പോ? വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടുപോയി, റൈറ്റ്? താടകയൊക്കെ വധിക്കാൻ വേണ്ടിയൊക്കെ. അപ്പൊ കാട് എന്താണെന്ന് രാമന് നന്നായിട്ട് അറിയാം. അവിടെ വെച്ചിട്ടാണ് രാമന് വിശക്കുന്ന സമയത്ത് മറ്റേ ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കും വിശ്വാമിത്രൻ, റൈറ്റ്? ബല അതിബല എന്ന് പറഞ്ഞൊരു മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്ത് രാമന്റെയും ലക്ഷ്മണന്റെ വിശപ്പൊക്കെ മാറ്റി. അവിടെയാണ് രാമൻ കുറച്ചൊന്ന് കൂടുതൽ യുദ്ധം ചെയ്ത് ക്ഷീണിച്ചങ്ങനെ ഉറങ്ങുന്ന സമയത്ത് രാമനെ ഉണർത്താൻ വേണ്ടി, അന്ന് അലാറം ക്ലോക്കും മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? കൗസല്യ സുപ്രജ രാമ, നമുക്ക് തിരുപ്പതിയിലൊക്കെ പോയാലും കേൾക്കാം, അല്ലെ? എം എസ് സുബ്ബലക്ഷ്മിയുടെ ആ ഒരു മധുര സ്വരത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ രാമന് കാട് അറിയാം, പക്ഷെ സീതയ്ക്ക് കാട് അറിയില്ല. അതുകൊണ്ട് കാട്ടിലേക്ക് പോകരുത്, അവിടെ ഭീകര ജീവികളുണ്ട്, അവിടെ ഭയമുണ്ടെന്ന് പറഞ്ഞ സമയത്ത് സീതാദേവി പറയും, എനിക്ക് കാട് എന്താണെന്ന് മനസ്സിലായി. എന്താണ് കാട്? ഭീകരതയുള്ള സ്ഥലം, ഭയമുള്ള സ്ഥലം, ആശ്രയമില്ലാത്ത സ്ഥലം. എന്ന് പറഞ്ഞാൽ അങ്ങില്ലാത്ത സ്ഥലം കാടാണ്. അതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോകില്ല, അങ്ങയുടെ കൂടെ വരാം. അതാണ് എനിക്ക് നാട്, അങ്ങില്ലാത്ത സ്ഥലം എനിക്ക് കാടാണെന്ന് പറയും. അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അടുത്ത് പോകും. മാത്രമല്ല സീതാദേവി മറ്റൊരു കാര്യം പറയുന്നു, അതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ആ ശ്ലോകം വായിക്കാൻ സമയമില്ല. ബ്യൂട്ടിഫുൾ ശ്ലോകാസ്. രാമായണം ഇസ് വെരി ബ്യൂട്ടിഫുൾ. സോ അതിൽ പറയുന്നു, രണ്ടാമത് പറയുന്നത്, ഞാൻ വെറുതെ താങ്കൾക്കൊരു ബാധ്യതയായിട്ട് വരും, ഒരു ബേർഡൻ ആയിട്ട്. ऐसा नहीं कि सीता देवी कह रही है कि मैं आपके साथ आऊंगी, ठीक है, आप अकेला मत जाइए, वनवास आप अकेला मत जाइए, मैं भी साथ आऊंगी. और ऐसा मत सोचना कि मैं आपके ऊपर एक बोझ बन के रहूंगी, ऐसा नहीं है, ठीक है? ഞാനൊരു ബാധ്യതയാവില്ല. എന്നിട്ട് പറയുന്നു, അങ്ങ് നടന്നു പോകുമ്പോ, കാട് വഴികളിൽ നടന്നു പോകുമ്പോ ഒരുപാട് മുള്ളുകളും പിന്നെ ഈ പറയുന്ന കല്ലുകളും ഒക്കെ ഉണ്ടാവും, റൈറ്റ്? സെയിം. ഇത് കേൾക്കുമ്പോ വേറെ എന്താ ഓർമ്മ വരുന്നത്? ശബരിമല. ഓക്കെ. വേറൊരു ലീല ഓർമ്മ വരുന്നുണ്ടോ? ഭഗവാൻ അങ്ങയുടെ താമര പോലുള്ള പാദങ്ങള് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ മുള്ളുകളും കരിങ്കല്ലുകളും. വൃന്ദാവനത്തില് വേറെ ആരാണ് ഇത് പറഞ്ഞത്? ഗോപിക ഗീതം. ഹു സെഡ് ദാറ്റ്? ഹരിബോൾ. ഗോപിക ഗീതം, റൈറ്റ്? അട്ടതി യദ്ഭവാൻ അന്നികാനനം. വാട്ട് ഇസ് ദാറ്റ്? ഇല്ല, വേറെന്തോ ആണ്, അല്ലെ? വാട്ട്സ് ദാറ്റ് ശ്ലോക? Forgot. Anybody can see? Whatever. Not able to get that exact ശ്ലോക. So നമ്മൾ എവിടെയായിരുന്നു?
അപ്പൊ സീതാദേവി, റൈറ്റ്? സീതാദേവി പറയാണ് തനിയെ അങ്ങ് പോവേണ്ട കാര്യമില്ല. അങ്ങ് നടക്കുന്ന സമയത്ത് ഞാൻ കുറച്ചു മുന്നേ ഞാൻ നടന്ന് ഈ പറയുന്ന മുള്ളുകളും ഈ പറയുന്ന കഷ്ണങ്ങളും ഒക്കെ ഞാൻ എൻ്റെ പാദങ്ങൾ കൊണ്ട് ഞാൻ മാറ്റിത്തരാം, റൈറ്റ്? അതുകൊണ്ട് താങ്കൾക്ക് നടക്കാൻ വരെ ഞാനത് സൗകര്യപൂർണമാക്കി തരാം എന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിന് മറ്റൊരു തത്വം കൂടെ ഉണ്ട്. അതായത് സീതാദേവി പറയുകയാണ്, ഞാൻ കൂടാതെ താങ്കൾക്ക് താങ്കളുടെ ഈ വനവാസ ലീല ഉദ്ദേശ്യം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു അർത്ഥത്തിലും പറയുന്നുണ്ട് സീതാദേവി. ഈ മുള്ളുകൾ എന്ന് പറയുന്നില്ലേ, യഥാർത്ഥത്തില് ആ വഴിയിൽ നിന്ന്, രാമന്റെ പാതയിൽ നിന്ന് നീക്കേണ്ട ഏറ്റവും വലിയ മുള്ളെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? രാവണനാണ്, റൈറ്റ്? ആ രാവണനെ നീക്കണമെങ്കിൽ ശ്രീരാമചന്ദ്രനോട് സീതാദേവി വ്യംഗ്യമായിട്ട്, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്, അങ്ങ് ആദ്യം പോയാൽ ഇത് നടക്കില്ല. ആ മുള്ളുള്ള സ്ഥലം ലങ്ക, അവിടെ ഞാൻ ആദ്യം പോവാം, റൈറ്റ്? സീതാദേവി പറയാണ്, ഞാൻ ആദ്യം പോയിട്ട് അവിടെ സാഹചര്യങ്ങൾ ഒരുക്കി തന്ന് പിന്നെ അങ്ങ് വന്നിട്ട് ആ മുള്ളിനെ ഇല്ലാതാക്കാൻ താങ്കൾക്ക് സാധിക്കും എന്ന് പറഞ്ഞ് സീതാദേവി സാക്രിഫൈസ് ചെയ്യാം. അതിനുശേഷം ലക്ഷ്മണൻ, അപ്പൊ ആ പ്രഭു പറഞ്ഞു സീതാദേവിക്ക് പോകാനുള്ള വിസ കിട്ടി, റൈറ്റ്? സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. പക്ഷെ ലക്ഷ്മണന് കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു? ലക്ഷ്മണൻ പറയാണ് ഞാനും വരട്ടെ എന്ന് പറയുന്നു. അപ്പൊ ശ്രീരാമചന്ദ്രൻ പറയും ഇത് എന്റെ ഫാമിലി മാറ്റർ ആണ്, താങ്കൾ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ ഫാമിലി അല്ലേ താങ്കളുടെ? അപ്പൊ പറഞ്ഞു ഇല്ല, താങ്കൾക്കൊരു പത്നിയുണ്ട്. ലക്ഷ്മണന്റെ പത്നിയുടെ പേരെന്താ? ഊർമിള. അപ്പൊ അവരുണ്ട്, അതുകൊണ്ട് താങ്കള് ഇവിടെ ഇരിക്കണം എന്നാണ് എന്റെ ആജ്ഞ എന്ന് പറഞ്ഞു. അപ്പോ ലക്ഷ്മണൻ അവിടെ വേറൊരു പ്രാർത്ഥന പറയുന്നുണ്ട്. പ്രാർത്ഥന ശ്രീരാമനോടാണെങ്കിലും ഈ പ്രാർത്ഥന നോക്കിയത് സീതാദേവിയെ നോക്കിയാണ് ഈ പ്രാർത്ഥന പറഞ്ഞത്. എന്നിട്ട് പറയുന്നു സീതാദേവി അങ്ങ് ദയവായിട്ട് മുന്നിൽ നടന്നുകൊള്ളൂ, ഞാൻ പുറകിലുണ്ട് എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ പറയുകയാണ്. ശ്രീരാമചന്ദ്ര ഭഗവാൻ അവിടെ നിൽക്കുകയാണ്. പക്ഷെ ഇവര് തമ്മിലായി സംഭാഷണം, മനസ്സിലായില്ലേ? അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ്, ഭക്തിയിൽ നമുക്ക് എന്ത് വേണം? ഡയറക്റ്റ് ആയിട്ട് ഭഗവാനെ സമീപിച്ചാൽ പറ്റില്ല. എന്ത് വേണം അവിടെ? സർക്കാർ ഓഫീസുകളിൽ പോയി എല്ലാവർക്കും ഈ കാര്യം അറിയാം. എന്ത് വേണം? ഇടനിലക്കാര് വേണം, റെക്കമെൻഡേഷൻ വേണം, ശുപാർശ വേണം, റൈറ്റ്? ശുപാർശ സീതാദേവിയോട് പറഞ്ഞു. അപ്പൊ സീതാദേവി പിന്നെ കുറച്ച് ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. ലാസ്റ്റ് ശ്രീരാമചന്ദ്ര ഭഗവാൻ പറഞ്ഞു ശരി എന്നാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണനും വിസ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തു, റൈറ്റ്? ഇനി നമുക്ക് സമയമില്ല, പക്ഷെ കുറേ കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്, നമുക്ക് സമയം പോരാ. സോ പിന്നെ മൂന്നാമത് പറയുന്നത് സേവയെ കുറിച്ചിട്ടാണ്. തേർഡ് ലെസൺ പറയുന്നത് സേവയെ കുറിച്ച്, ഭരതനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ആദ്യം രാമന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഇപ്പൊ സീതാദേവി ലക്ഷ്മണനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ ശൈലപൂർണ്ണ പറയുന്നത് കാര്യം സേവയെ കുറിച്ചാണ് പറയുന്നത്. സേവ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, വളരെ ചുരുക്കി പറയാം. എനിക്കിവിടെ ശ്രീരാമന്റെ അടുത്ത് നിന്നല്ല, പക്ഷെ മറ്റൊരു ഡിവോട്ടി അടുത്ത് നിന്നൊരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം. പക്ഷേ ഇത് പറയാം, സേവയുടെ കാര്യം പറയുമ്പോൾ ഭരതൻ, റൈറ്റ്? ആക്ച്വലി രാമായണത്തിലെ ഹീറോ എന്ന് പറയാൻ പറ്റുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഭരതനാണ്. ഹീസ് എ ഹീറോ ഇൻ രാമായൺ. അൺസങ് ഹീറോ എന്ന് ഇംഗ്ലീഷിൽ കേട്ടിട്ടുണ്ടോ? വാഴ്ത്തപ്പെടാത്ത നായകൻ എന്ന് പറയുന്നത് ഭരതനാണ്. കാര്യം ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണനും സീതയൊക്കെ കാട്ടിൽ പോയി. ഭരതൻ തിരിച്ചു വന്ന സമയത്ത് അയോധ്യവാസികൾ ഒന്നടങ്കം എന്ത് വിചാരിച്ചു? ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കാൻ പുറകിലുള്ള ഈ പറയുന്ന ഒരു എന്താ പറയാ, ആ ഒരു വാക്കിനെന്താ പറയാ, ഒരു കോൺസ്പിറസി, അതിനെന്താ മലയാളത്തിൽ പറയാ, ഗൂഢാലോചന, राइट? और गूढ़ालोचना, जो हिंदी में क्या कहते हैं कॉन्स्पिरेसी को? षड्यंत्र, ठीक है? ये षड्यंत्र जो रचा, किसने रचा? भरत ने रचा, ऐसा सब लोग सोच रहे हैं. सच्चाई ये है क्या? അപ്പൊ ഭരതൻ എന്ത് വേദന ഉണ്ടായിട്ടുണ്ടാവണം? ആക്ച്വലി ഞാനത് വായിച്ചു, രാമായണത്തിൽ ഉണ്ടെന്ന്. സംടൈംസ് when Bharat came back, you know, there's a long story, we don't have time, and we will blame Kali Yuga for it. It should have been Dwapara Treta Yuga, then only we can actually finish the past tense. So long, right? But then, so what was that? Where were we? Bharatan തിരിച്ചു വന്നു.
റൈറ്റ്? ഭരത ഇസ് ബാക്ക് ഇൻ അയോധ്യ. അപ്പോ മെനി ഡിവോട്ടീസ്, അവിടെയുള്ള വ്യക്തികൾ ശ്രീരാമനെ കണ്ട് 12 വർഷം കണ്ട ആ ആനന്ദത്തിലിരിക്കുന്ന ഭക്തന്മാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശ്രീരാമനും സീതയും ഒക്കെ കാട്ടിലേക്ക് പോവാണ്, ലക്ഷ്മണനൊക്കെ കാട്ടിലേക്ക് പോവാണ്. വെരി ആംഗ്രി. നോബഡി തോട്ട് ദാറ്റ് കൈകേയി വുഡ് ഡു ദിസ്, റൈറ്റ്? ആരും വിചാരിച്ചില്ല. ഒരു സ്ത്രീയാണ് അവര്, റൈറ്റ്? അവരെ കൊണ്ട് ഇത്രയും സാധിക്കുന്നുള്ളത് അവര് വിചാരിച്ചില്ല. നോബഡി തോട്ട്. എല്ലാവരും എന്ത് വിചാരിച്ചു? ഭരതന്റെ അത്യാഗ്രഹമാണ് രാമനെ എങ്ങനെയെങ്കിലും കാട്ടിലയക്കണം എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് മെൻഷൻഡ്, രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, some of the Ayodhyawasis, when they saw Bharata, they actually literally took stones from the ground and started throwing at Bharata. Can you imagine? കല്ലെടുത്ത് ഭരതനിലേക്ക് എറിയാണ്. ആ കല്ല് ഭരതന്റെ ദേഹത്തിലല്ല കൊണ്ടത്, ഭരതന്റെ എവിടെ കൊണ്ടത്? നെഞ്ചിലാണ് കൊണ്ടത്. അത്രയും വേദന, റൈറ്റ്? ഹി ലവ്സ് രാമ മോർ ദാൻ, ഇൻഫാക്ട് ഈവൻ മോർ ദാൻ ലക്ഷ്മണ. ലക്ഷ്മണന് കാട്ടിലും കൂടുതൽ സ്നേഹം ആർക്കാണ്? ഭരതനാണ്. പക്ഷെ എന്നാലും അദ്ദേഹം അത് സഹിച്ചു. ആക്ച്വലി പറയുന്നത് എന്താന്ന് വെച്ചാല്, ഭരതന്റെ ഗുരു, ഈ 4 രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന, ഈ 4 പേരുടെയും ഗുരു ആരാണ്? അവരുടെ കുലഗുരു വസിഷ്ഠൻ. വസിഷ്ഠൻ പോലും ഭരതനെ സംശയിച്ചു എന്നാ പറയുന്നത്. വസിഷ്ഠ കാ ഭി സന്ദേഹ था कि ये षड्यंत्र शायद ഭരത് ने रचा. അതൊക്കെ അദ്ദേഹം സഹിച്ചിരുന്നു, റൈറ്റ്? ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പോകാൻ സമയമില്ല. അദ്ദേഹം ഒരു പ്രാവശ്യം മഹാരാജ് ഭരത് എന്ന് പറഞ്ഞ് വിളിച്ചു. ആര്? വസിഷ്ഠൻ ഭരതനെ മഹാരാജ ഭരത എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധയോടെ അദ്ദേഹത്തിന്റെ മുഖത്തിൽ നോക്കിയിരിക്കായിരുന്നു. എന്ത് കാണാൻ? ചെറിയൊരു സന്തോഷമെങ്കിലും ഇദ്ദേഹത്തിന്റെ മുഖത്ത് തെളിയുന്നുണ്ടെങ്കിൽ എന്താണ്? ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് എവിടെയോ ഒരു സ്ഥലത്ത് രാമന്റെ സ്ഥാനത്ത് ഞാൻ ഇരിക്കണം എന്ന് പറഞ്ഞ് വിചാരിച്ചു. അങ്ങനെ കാണാമല്ലോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കണം. മഹാരാജ ഭരത, ഇനി അങ്ങയുടേതാണ് സിംഹാസനം, അങ്ങേക്ക് ഒരുപാട് കർത്തവ്യങ്ങൾ നിറവേറ്റുകൊണ്ട് അച്ഛന്റെ സ്ഥാനം താങ്കളാണ് ഇനി അലങ്കരിക്കേണ്ടതെന്നൊക്കെ വസിഷ്ഠൻ പറയും. അപ്പോ ഇതിൽ പറയുന്നുണ്ട്, വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ടെന്ന്, ഭരതൻ വസിഷ്ഠനെ നോക്കിയിട്ട് ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് ദേഷ്യം, പക്ഷെ ഗുരുവാണ്, ദേഷ്യപ്പെടാൻ പറ്റുമോ? ദേഷ്യവും ദുഃഖവും എല്ലാം കൂടെ ചേർന്നിട്ട് അദ്ദേഹം പറഞ്ഞു, താങ്കളൊരു എന്താ പറയാ, തീഫ്, മോഷ്ടാവാണ് എന്ന് പറയുന്നു. ആരെ നോക്കി? വസിഷ്ഠന്, ഗുരുവിനെ നോക്കി. Can you imagine Guru disciple relationship? Disciple is calling Guru, you're a thief. Right? Of course, we don't have to imitate. നമ്മൾ ഇത് അനുകരിക്കരുത്. It's all because of that great love, right? ആ പ്രേമത്തിൽ, സ്നേഹത്തിൽ ചെയ്യുമ്പോൾ ഈ തെറ്റുകൾ തെറ്റല്ലാതെയാവും, റൈറ്റ്? ആ ഭാവം ഭഗവാൻ അറിയാൻ സാധിക്കും. എന്നിട്ട് എന്തുകൊണ്ടാ മോഷ്ടാവ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പറയുന്നത്, ആരാണ് മോഷ്ടാവ്? ഇദ്ദേഹം ചോദിക്കുന്നു, വസിഷ്ഠൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ വിളിച്ചത്? കാരണം വേണമല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഭരതൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. മോഷ്ടാവ്, കള്ളൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തസ്കരൻ, ചോരൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഏറ്റവും ചില വിലപ്പെട്ട വസ്തുക്കൾ, സ്വർണം, വാട്ട് എവർ ഇസ് ദാറ്റ്, ആ വിലപ്പെട്ടതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനാണ് മോഷ്ടാവ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ പറഞ്ഞു, എന്റെ ഏറ്റവും വിലപ്പെട്ട ധനം എന്ന് പറയുന്നത് ആ ശ്രീരാമന്റെ പാദങ്ങളായിരുന്നു. ആ സിംഹാസനത്തിൽ ശ്രീരാമന്റെ ഇരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളാണ്. അതിനെ സേവ ചെയ്യാനുള്ള അവസരമാണ് എന്റെ ഏറ്റവും വലിയ ധനം. എന്നെ അറിയാതെ പോലും മഹാരാജാവ് എന്ന് വിളിച്ചപ്പോ ഒരു നിമിഷം താങ്കള് എന്നെ ആ സ്ഥാനത്ത് സങ്കല്പിച്ചു. ആ സിംഹാസനത്തിൽ ഒരു സമയത്ത് ഒരാൾക്കേ ഇരിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ അവിടെ ഇരിക്കണമെങ്കിൽ ആരുടെ പാദങ്ങൾ അവിടെ നിന്ന് മാറണം? രാമചന്ദ്ര ഭഗവാൻ. അപ്പൊ എന്റെ ഏറ്റവും വലിയ ധനം ആ സിംഹാസനത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന രീതിയിൽ താങ്കൾ സംസാരിച്ചു. അതുകൊണ്ട് താങ്കളെ ഞാൻ മോഷ്ടാവെന്ന് വിളിക്കുന്നു എന്ന്. അത് കേട്ടപ്പോ വസിഷ്ഠൻ പറഞ്ഞു, സോറി. ഗുരു ക്ഷമ ചോദിക്കുകയാണ്. സോറി, അറിഞ്ഞില്ല, അറിയാതെ പറഞ്ഞു പോയതാണ്. താങ്കളുടെ പവിത്രത ഞാൻ അറിയാതെ പോയി എന്ന് പറയും. സോ ഭരതന്റെ സറണ്ടർ, നമുക്ക് സമയമില്ല. സോ നമ്മളതാണ് ആലോചിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഭരതന്റെ കാര്യം ആലോചിക്കുക. എല്ലാവരും അയോധ്യ മുഴുവൻ എല്ലാവരും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. നമ്മളെ 4 ഭക്തന്മാരെ തെറ്റിദ്ധരിച്ചാൽ നമ്മൾ എന്തു പറയും? ഹരേ കൃഷ്ണ, ഞാനില്ല ഇവിടത്തേക്ക് എന്ന് പറയും. ശരിയല്ല? ശരിയല്ല? പക്ഷെ നമുക്ക്
ഭരതൻ അത് വിട്ടില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കി എല്ലാ വിമർശനങ്ങളെക്കാളും അതിനൊക്കെ ഒരു ത്രാസിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ അതിനേക്കാളും തട്ട് താഴെ ഇരുന്നു അദ്ദേഹത്തിന് രാമനോടുള്ള സ്നേഹം. അതുകൊണ്ട് അയോധ്യ വിട്ട് രാമന്റെ സേവനം വിട്ട് ആ അയോധ്യ ധാമത്തിനെ സംരക്ഷിക്കുന്ന ആ ഒരു സേവനം വിട്ട് അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ലാത്തൊരവസ്ഥ വന്നു. ഗുരു ഉൾപ്പെടെ വിമർശിക്കുന്നത് പോലെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് പോലും അദ്ദേഹം അത് ഇരുന്നു. അതുകൊണ്ട് നമുക്ക് ഇസ്കോണിനോടും പ്രഭുപാദിനോടും ഈ പ്രസ്ഥാനത്തിനോടും എന്താ പറയാ, നമ്മൾ ആരോടും വിദ്വേഷം വെക്കേണ്ട കാര്യമില്ല. റൈറ്റ്? സാഹചര്യങ്ങൾ കാരണം പലതും നമുക്ക് സംഭവിക്കും. നമ്മൾ തന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ അത്ര വലിയ ഭരതന്മാരൊന്നും അല്ല, അല്ലെ? നമ്മൾ കാരണം മറ്റുള്ളവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാവരും പഠിക്കേണ്ടത് എന്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ഇസ്കോണിനോടും പ്രഭുപാദിനോടും ഈ പരമ്പരയോടും ചൈതന്യ മഹാപ്രഭുവോടും ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള സ്നേഹം അതിന്റെ തട്ട് എപ്പോഴും താഴ്ന്നിരിക്കണം. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിമർശിച്ചോട്ടെ, തെറ്റിദ്ധരിച്ചോട്ടെ, കല്ലെടുത്തെറിഞ്ഞോട്ടെ. പ്രഭുപാദ് പറഞ്ഞു, ഈ കപ്പൽ വിട്ട് ആരും ഒരിക്കലും പുറത്തിറങ്ങരുത്. നെവർ ലീവ് ഇസ്കോൺ, പ്രഭുപാദ് സെഡ്, റൈറ്റ്? സോ ദാറ്റ് ഇസ് വാട്ട് ഭരത ഇസ് ഷോയിങ് ദേർ. ലാസ്റ്റ് 2 points 2 minutes തീർക്കാം. ഏത് യുഗത്തിലെ 2 minutes ആണെന്ന് മാത്രം ചോദിക്കരുത്. പക്ഷേ സോ ലാസ്റ്റ് 4ാമത്തെ പോയിന്റ് ഭക്തന്മാരുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞത്, റൈറ്റ്? ആദ്യം നമ്മൾ രാമനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് നമ്മൾ ശരണാഗതിയെ കുറിച്ച് പറഞ്ഞു, മൂന്നാമത് സേവയെ കുറിച്ച് പറഞ്ഞു, നാലാമത്തേത് ഭക്തന്മാരെ കുറിച്ച് പറയാണ്. സോ അവിടെ വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി. സീതാദേവി, അതായത് എന്താ പറയുന്നതെന്ന് വെച്ചാല് ദർ ഇസ് ദിസ് ആചാര്യ, ഞാൻ നേരത്തെ പറഞ്ഞു, വേദാന്ത ദേശിക എന്ന് പറഞ്ഞൊരു ആചാര്യനുണ്ട്. രാമാനുജാചാര്യർ കഴിഞ്ഞു വരുന്ന ഒരു മഹാ ആചാര്യനാണ്. ശ്രീ വൈഷ്ണവ പരമ്പരയിൽ എടുത്തു നോക്കിയാൽ 2 വിഭാഗങ്ങളുണ്ട്, വടകലൈ തെൻകലൈ. അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. അവിടെ ഒരു വടകലയ്ക്ക് ആധികാരികമായിട്ടുള്ള ആചാര്യനാണ് വേദാന്ത ദേശികർ. പിന്നെ മണവാള മാമുനി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ആചാര്യനുണ്ട്. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ആചാര്യന്മാർ. വേദാന്ത ദേശികർ കൊടുത്തൊരു അർത്ഥമാണിത്. സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം. അതായത് അദ്ദേഹം ഒരു ഉപമ ചെയ്യാണ്. എന്ന് വെച്ചാൽ സീതാദേവിയെ നമുക്കൊരു ജീവാത്മാവിനെ പോലെയും കാണാം. സീതാദേവി ജീവാത്മാവല്ല, റൈറ്റ്? സീതാദേവി ഇസ് ലക്ഷ്മി ദേവി, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ എന്നാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പാഠമായിട്ട് കാണുകയാണ് ഒരു ജീവാത്മാവിന്റെ ഒരു അവസ്ഥ, റൈറ്റ്? എപ്പോഴും ഭഗവാന്റെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷെ ഏതോ ഒരു മാനിനെ കണ്ട് സീതാദേവി എന്ത് ചെയ്തു? കുറച്ച് ഡിസ്ട്രാക്ഷനായി. പെട്ടെന്ന് ആ ഒരു മനസ്സ് കുറച്ചു നേരത്തേക്ക് മാറി. എന്നിട്ടും മനസ്സ് മാറിയിട്ടും ലക്ഷ്മണൻ, ഗുരു, ഒരു സംരക്ഷണ വലയം തീർത്തു, ഒരു ലക്ഷ്മണ രേഖ തീർത്തു. അതും വിട്ട് പുറത്തുപോയി രാവണന്റെ പിടിയിൽ പെട്ട് ലങ്കയിൽ പോയി അവിടെ സമുദ്രത്തിന് നടുക്ക് നിൽക്കേണ്ടി വന്നു. അതേപോലെ വേദാന്ത ദേശികർ പറയാണ്, ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഇരിക്കേണ്ട ഒരു വ്യക്തി സീതാദേവിയെ പോലെ എപ്പോഴും ഭഗവാന്റെ കൂടെ അടുത്ത് ചേർന്ന് നിൽക്കേണ്ട ഒരു ജീവാത്മാവ് എന്ത് ചെയ്യുന്നു? ഏതോ ഒരു മാനിനെ, ഏതോ ഒരു ഭൗതിക, എന്താ പറയാ, what is that shloka? There is that shloka, മായാമൃഗം. what is that shloka? After കൃഷ്ണവർണം തുഷാകൃഷ്ണ, അത് കഴിഞ്ഞിട്ട് അത് വരും. മായാമൃഗം ദൈതയേക്ഷിതം അൻവധാവത് വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം, സംതിങ് ലൈക്ക് ദാറ്റ്. ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്. അപ്പൊ ഈ മായാമൃഗത്തിന്റെ പുറകെ പോയി ആര്? സീതാദേവി, റൈറ്റ്? അങ്ങനെ പോയ സമയത്ത് അതിനുവേണ്ടി രാമനെയൊക്കെ പറഞ്ഞയച്ചു. എന്നിട്ട് ആ സംരക്ഷണ വലയം വിട്ട് പുറത്തു വന്നപ്പോ ഇവിടെ വേദാന്ത ദേശികർ പറയാണ്, നമ്മുടെ ഈ രാവണനെ പോലൊരു മനസ്സ് നമുക്കുണ്ട്, റൈറ്റ്? ആ മനസ്സിന്റെ കൂടെ രാവണന് 10 തലയുള്ള പോലെ ഈ പറയാണ്, നമുക്ക് 10 ഇന്ദ്രിയങ്ങളുണ്ട്. 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം, ഇങ്ങനെ 10 ഇന്ദ്രിയങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഭീകരമായ ഒരു മനസ്സ് അവിടെ നിൽക്കുകയാണ്. അത് വന്നിട്ട് ആ ഭക്തന്റെ ഭക്തിയെ തട്ടിക്കൊണ്ടുപോകുന്നു, ഭക്തനെ തട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് എവിടെ കൊണ്ടുപോകുന്നു? സമുദ്രം, ഭൗതിക സാഗരമുണ്ട്, ഭവസാഗരം. അതിന് നടുക്കൊരു ദ്വീപായിട്ടുള്ള ലങ്കയിൽ, ഒരു ഭൗതിക ലോകത്തിൽ കൊണ്ട് അവിടെ വെച്ചിട്ട് അവിടെ ഇരുന്ന് കഷ്ടപ്പെടും. പക്ഷെ എന്നാലും ആ ജീവാത്മാവിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആര് വരും? രാമൻ വന്നേ പറ്റും, വരും. പക്ഷെ വരുന്നതിന് മുൻപ് അദ്ദേഹം പറയുന്നു, ആദ്യം രാമൻ വന്നില്ല. ആദ്യം ആരെ പറഞ്ഞയച്ചു? ഹനുമാനെ പറഞ്ഞയച്ചു. എന്നിട്ട് രാമന്റെ അകത്ത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാമന്റെ അകത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു. ഇനി എല്ലാരും പറയണ പോലെ സീതാദേവി
അവിടെ പോയപ്പോ എന്നെയൊക്കെ മറന്നോ, റൈറ്റ്? അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടിയിട്ട് എന്റെ ഓർമ്മ നഷ്ടപ്പെട്ട് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം യഥാർത്ഥത്തിൽ സീതയ്ക്ക് ഉണ്ടോ ഇല്ലയോ, റൈറ്റ്? അങ്ങനെ ഒരു സംശയം. അഫ്കോഴ്സ് ഭഗവാന് സംശയം വരേണ്ട കാര്യമില്ല, പക്ഷെ ആ ലീലയുടെ ഭാഗമായിട്ട് നമുക്കത് മനസ്സിലാക്കും. അതേപോലെ പറയാണ്, അങ്ങനെ ജീവാത്മാവ് ഭൗതിക ലോകത്തിൽ പോയി കഴിഞ്ഞാല് ഭഗവാനും ഒരു സംശയം ഉണ്ടെന്ന്. അതായത് ഇയാൾക്ക് ഇനി തിരിച്ച് എന്താ പറയാ, അതാ ഒരു മഹാരാജ് പറഞ്ഞു, സച്ചിനന്ദൻ മഹാരാജ് പറഞ്ഞു, നമ്മൾ ഈ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ട് ഇസ്കോണിൽ പുതിയതായിട്ട് വന്ന സമയത്ത് നമ്മൾ ഒരു മാലയ്ക്ക് ജപിക്കുന്ന സമയത്ത് അപ്പൊ നമ്മള് അത്ര പ്രശ്നക്കാരല്ല, പുതിയതാണ് നമുക്കെല്ലാം, അല്ലെ? അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ ചിലപ്പോൾ ജപിക്കും. അപ്പൊ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇയാള് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒന്ന് ഹരേ കൃഷ്ണ ജപിക്കുന്നതിന് ഭഗവാൻ ഒന്ന് ഓടിച്ചാടി വരുന്നു, റൈറ്റ്? ആധ്യാത്മിക ലോകത്തുനിന്ന് ഓടിച്ചാടി നമ്മളെ തേടി വരികയാണ്. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഡേയ്സ് ഓഫ് ഇസ്കോൺ ഭയങ്കര ബ്ലിസ്ഫുൾ ഡേയ്സ് ആയിരിക്കും, റൈറ്റ്? ഭഗവാൻ പെട്ടെന്ന് വരും. പിന്നെയാണ് പയ്യെ പയ്യെ മനസ്സിലാക്കുന്നത്, ഓ ഇത്ര ഒന്നും ഓടേണ്ട കാര്യമുണ്ടായിരുന്നില്ല, റൈറ്റ്? ഇയാള് വെറുതെ മാല തീർക്കാൻ വേണ്ടി ജപിക്കാണ്, അല്ല എന്നെ വിളിച്ചിട്ടൊന്നുമല്ല, അല്ലേ? വന്നു കഴിഞ്ഞാൽ എന്തിനാ വന്നേ എന്ന് ചോദിക്കും, അല്ലേ? അപ്പൊ പിന്നൊക്കെ ഭഗവാൻ സ്ലോ ആവുന്ന പറയുന്നു, റൈറ്റ്? അപ്പൊ അതുപോലെ ഭഗവാന്റെ ഒരു സംശയം ഈ ജീവാത്മാവിന് വേണോ വേണ്ടയോ, അതുപോലെ സീതാദേവിക്ക് വേണോ വേണ്ടയോ, ആ സംശയം തീർക്കാൻ വേണ്ടി ആദ്യം ഗുരുവിനെയാണ് അയക്കുന്നത്, റൈറ്റ്? ഹനുമാൻ അയക്കുന്നു. അത് കഴിഞ്ഞ് സീതാദേവിയുടെ ഒരു സിൻസിയറിറ്റി ഒക്കെ കാണുന്ന സമയത്ത് ദെൻ ഭഗവാൻ സൈന്യത്തോടെ വന്ന് ലങ്കയെ നശിപ്പിച്ച് രാവണനെ വധിച്ച് തിരിച്ച് സീതാദേവിയെ തിരിച്ചു കൊണ്ടുപോകുന്നു. സോ ഏറ്റവും പ്രധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സംശയം വരുമ്പോ ഭഗവാൻ സ്വയം വരുന്നില്ല, ആരെയാണ് അയക്കുന്നത്? ഗുരുവിനെ, ഭക്തന്മാരെയാണ് അയക്കുന്നത്. സോ ഇതിൽ പറഞ്ഞത്, ആ ശൈലപൂർണ്ണ പറഞ്ഞു കൊടുത്തൊരു കാര്യം അതാണ്, ഭഗവാന് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈ ഭഗവാൻ പോയിട്ട് ഒരു ഭക്ത ജീവാത്മാവിനോട്, അല്ലയോ ജീവാത്മാവെ നീ എന്തിനാ അവിടെ കഷ്ടപ്പെടുന്നേ, എന്നെ നീ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു, അങ്ങനെ പറയുന്ന ഒരു സുഖമുണ്ടോ? അങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയുന്നു, നീ വാ ഞാനിവിടെ ഉണ്ട്, എന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. വേറെ ആരെങ്കിലും വഴി അറിയണം അവർക്ക് എന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ. സിനിമയിലൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാം, ആ കുട്ടിക്ക് എന്നോട് ശരിക്കും ഇല്ലേ, അങ്ങനെയൊക്കെ അതേപോലെ തന്നെ ഭഗവാൻ നേരിട്ട് പോവാറില്ല. ഒരു ഭക്തനെ അയച്ചിട്ട് ആ ഭക്തൻ പോയി നോക്കുന്നു സ്നേഹം ഉണ്ടോ ഇല്ലയോ. ഇനി ഇല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യും? ആ ഭക്തന്റെ അസോസിയേഷൻ കാരണം ആ ആത്മാവിന് ആദ്യം ആ ഭക്തനോട് സ്നേഹമാവും, റൈറ്റ്? അല്ല ഭക്തൻ ആരോട് സ്നേഹമുണ്ട്? ഭഗവാനോട്. അങ്ങനെ ക്രമേണ ആ പരമ്പര വഴി പ്രഭുപാദിന്റെ ആചാര്യന്മാരുടെ കരുണ വഴി ആ വ്യക്തിക്ക് ഭഗവാനോട് സ്നേഹമുണ്ട്. പിന്നെ ആ ഭക്തൻ പോയി പറയും, യെസ് ഈ ജീവാത്മാവിന് ആക്ച്വലി താങ്കളോട് ഇഷ്ടമുണ്ട്, തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, വെമ്പൽ കൊള്ളുകയാണെന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ പറയും ആക്രമണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റെന്താണ് ഈ യുദ്ധമൊക്കെ സൈന്യമൊക്കെ കൊണ്ടുവന്ന് പാലമൊക്കെ പണിത് തിരിച്ചു വരും, റൈറ്റ്? സോ ദാറ്റ്സ് ദി ഫോർത്ത് പോയിന്റ്. ആൻഡ് ദ ഫിഫ്ത്ത് ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് I'll tell in one Kaliyuga minute. That last point is the tattva of Sharanagati. ശരണാഗതിയുടെ തത്വത്തെ കുറിച്ച് പറയുകയാണ്. സോ അതില് വിഭീഷണന്റെ കാര്യമാണ് പറയുന്നത്, റൈറ്റ്? വിഭീഷണ ശരണാഗതി. സോ ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രം പറഞ്ഞു നിർത്താം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ലീല വിഭീഷണന്റെ ശരണാഗതി. നമ്മൾ കേട്ടിട്ടുണ്ട്, റൈറ്റ്? ഇഫ് യു സീ ഭഗവത്ഗീത, ശ്രീല പ്രഭുപാദിന്റെ പേർപ്പട്ട് 4-ാമത്തെ അധ്യായം 10-ാമത്തെ ശ്ലോകം, റൈറ്റ്? വീതരാഗ ഭയക്രോധ മന്മയാ മാമുപാശ്രിതാഹ ബഹവോ ജ്ഞാന തപസ പൂതാ മദ്ഭാവമാഗത. സോ ആ ശ്ലോകം, അതിന്റെ പർപ്പോട്ടില് പ്രഭുപാദ് നമുക്കറിയാം ഭക്തിയുടെ 9 തലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആദൗ ശ്രദ്ധ, തത സാധു സംഗോ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേം, റൈറ്റ്? ഇങ്ങനെ 9 തലങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇതില് പല സീനിയർ ഡിവോട്ടീസും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹിസ് ഹോളിനസ് ഭക്തി വികാസ് മഹാരാജിന്റെ ഒരു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. ഈ ആദ്യത്തെ കാര്യം, ശ്രദ്ധ വരെ ഒരുപാട് ജന്മങ്ങൾ എടുക്കും, ചിലപ്പോൾ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞ് എന്താ പറയാ, ഈ നമ്മുടെ ബാങ്കിലൊക്കെ മിനിമം ബാലൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, 1000 രൂപ ഏതോ ഒരു അക്കൗണ്ടിന്, ഇപ്പൊ 0 ബാലൻസ് അക്കൗണ്ട് വന്നു, പക്ഷെ ചിലയിടത്തൊക്കെ മിനിമം ബാലൻസ്. ആ മിനിമം ബാലൻസ് കഴിഞ്ഞാലേ അത്
ആക്ടിവേറ്റ് ആകുന്നു. ശരിയല്ലേ? അതേപോലെ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം, ഒരു ഡയോഡ് ഒക്കെ ഉണ്ടെങ്കിൽ കട്ടിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഉണ്ട്. സിലിക്കൺ ഒക്കെ 0.7 വോൾട്ട്സ് എന്നൊക്കെ പറയാം, റൈറ്റ്? അപ്പൊ ആ വോൾട്ടേജ് കഴിഞ്ഞാലേ അത് പ്രവർത്തിച്ചു തുടങ്ങുന്നു. അതേപോലെ തന്നെ ഈ ചെറിയ 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 ഭക്തി, അജ്ഞാത സുഹൃത്തി ചേർത്ത് ചേർത്ത് വന്ന് ശ്രദ്ധ എന്ന ലെവലിൽ വരും. ഒരു മിനിമം ബാലൻസ് ക്രോസ് ചെയ്യുമ്പോൾ അത് താല്പര്യമായിട്ട് ഭക്തിയായിട്ട് മാറും, റൈറ്റ്? അപ്പൊ നമ്മളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മിനിമം ബാലൻസ് അത് ക്രോസ് ചെയ്തു എന്ന് പറയാം. നമ്മൾ കാരണമാണോ അതോ വേറെ ആരെങ്കിലും ടോപ്പ് അപ്പ് ചെയ്ത് ബാലൻസ് കൂടിയതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തോ വന്നിട്ടുണ്ട്, ഉള്ളത് സംരക്ഷിക്കുക, റൈറ്റ്? സോ അങ്ങനെ ശ്രദ്ധ. പിന്നെ അത് കഴിഞ്ഞ് സാധുസംഘ അസോസിയേഷൻ കിട്ടും, ഭജനക്രിയ, ഭക്തി ചെയ്തു തുടങ്ങും. ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് നടക്കും. പക്ഷെ അത് കഴിഞ്ഞ് ഈ അനർത്ഥ നിവൃത്തി എന്ന് പറയുന്ന ഒരു കടലുണ്ടല്ലോ, അത് ഭയങ്കര ബിഗ് ആണെന്നാണ് ഭക്തി വികാസ് പറയുന്നത്, ഭയങ്കര ഹ്യൂജ്. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ നിഷ്ഠാരുചി, ആസക്തി, ടപ്പേ എന്ന് പറഞ്ഞ വേഗം വരും. പിന്നെ ഭാവ കഴിഞ്ഞ പിന്നെയും കുറച്ച് സ്ലോ ഡൗൺ ആവും. പ്രേമ ഭഗവാൻ അത്ര എളുപ്പം തരില്ല. സോ ഇങ്ങനെ ഒരു സിസ്റ്റമാണ്. ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ, വിഭീഷണൻ തന്നെ നോക്കിയാൽ അദ്ദേഹം അദ്ദേഹത്തിന് ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയ, അദ്ദേഹം അസോസിയേഷൻ ശരിക്കും ഇല്ലാതെ പോലും രാമനാമം കൊണ്ടും കിട്ടുന്ന അമൂല്യ റെയർ അസോസിയേഷൻ വെച്ചിട്ട് പോലും ആ ലങ്കയിൽ നിന്ന് അദ്ദേഹം ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയ അദ്ദേഹം ചെയ്തു, റൈറ്റ്? അദ്ദേഹം ചെയ്തോണ്ടിരുന്നു. പക്ഷേ ആ ലങ്ക വിട്ട് വരാൻ, റൈറ്റ്? എന്തൊക്കെ പറഞ്ഞാലും ജനിച്ച സ്ഥലമാണ്, രാവണൻ ജ്യേഷ്ഠനാണ്, അല്ലെ? ആ സ്നേഹമുണ്ട്, അത് വിട്ടുവരാൻ എളുപ്പമല്ല. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അത്, റൈറ്റ്? ഒൺലി വേസ് മോർ അറ്റാച്ച്മെന്റ് ടു കൃഷ്ണ, വാസുദേവേ ഭഗവതി, ഭക്തിയോഗ പ്രയോജിത ഉണ്ടെങ്കിൽ എന്താവും? ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യഥഹിതുകം. ഇതുണ്ടെങ്കിലേ അത് വരുള്ളൂ. നമുക്ക് അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല, റൈറ്റ്? അപ്പൊ അങ്ങനെ അത് വളർന്ന് വളർന്ന് വന്ന് ലങ്ക വിട്ട് രാമചന്ദ്ര ഭഗവാന്റെ അടുത്ത് വരാൻ, ആ അനർത്ഥ നിവൃത്തി നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വിഭീഷണൻ എടുത്തു. അത് നാച്ചുറൽ ആണ് ഈ ലീലയിൽ, അത് കാണിച്ചു തരാൻ. അത് കഴിഞ്ഞ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അടുത്ത് വരുന്നു. ആൻഡ് ഫേമസ് ശ്ലോക ഉണ്ട്, റൈറ്റ്? സകൃദേവ പ്രപന്നോയം പ്രപന്നായ തവാസ്മീതി ച യാചത്തെ അഭയം സർവഭൂതേഭ്യോ ദത്താമ്യേതത് വ്രതം മമ. ശ്രീരാമചന്ദ്ര ഭഗവാൻ പറഞ്ഞു, ആരെങ്കിലും എന്നെ ശരണം പ്രാപിച്ചു, വാക്കുകൊണ്ട് പറഞ്ഞാൽ പോലും മതി, അറിയാതെ പോലും പറഞ്ഞാൽ മതി. ഈ ഇസ്കോണിൽ ശ്രദ്ധാവാൻ ഫോം ഉണ്ട്, അറിയാതെ ഫില്ല് ചെയ്ത് ഏതോ ഒരു ഓർക്കാപ്പുറത്ത് എന്താ പറയാ, വ്യാഴൻ ഇവിടെയും ശനി ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ സൈൻ ചെയ്ത് പോയാലും മതി. എന്ത് സംഭവിക്കും? ആ ഹരേ കൃഷ്ണ എക്സ്പ്രസിനകത്ത് കയറി കഴിഞ്ഞു, റൈറ്റ്? എവിടെങ്കിലും കയറിയാൽ മതി. AC 2 ടയറിലൊന്നും കയറണമെന്നില്ല, ജനറൽ കോച്ചിൽ കയറിയാലും മതി. കയറി പറ്റിയ എന്ത് പറ്റി? അത് പോയേ പറ്റും, റൈറ്റ്? വിട്ടുപോകാനും തോന്നില്ല. There is a ശ്ലോക in ഭാഗവതം, anybody is interested, you can see 1:5:19, 1-ാം സ്കന്ധം 5-ാം അധ്യായം 19-ാം ശ്ലോകം. ഞാൻ വെച്ച് നിർത്തുകയാണ്. സോ എന്താന്ന് വെച്ചാല്, നവൈജനോ ജാതു കഥം ചനാവ്രജേൻ മുകുന്ദ സേവ്യ അന്യവദംഗ സംസ്കൃതിം സ്മരൻ മുകുന്ദാംഘ്രി ഉപഗൂഹനം പുനർ വിഹാത്തുമിച്ഛേന്ന രസഗ്രഹോചന. എന്ന് വെച്ചാല് ഒരാൾ എങ്ങനെയെങ്കിലും കൃഷ്ണാവബോധത്തിൽ വന്ന് അയാൾ കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്തു, ഇതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ അറിഞ്ഞു, പിന്നെ അവസാനം എന്തോ ഭൗതിക ബന്ധനങ്ങൾ കാരണം, പ്രശ്നങ്ങൾ, സാഹചര്യങ്ങൾ കാരണം അയാൾ വിട്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു കാര്യം സംഭവിക്കും. വേറെ എവിടെ പോയി എന്ത് എൻജോയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ, എത്ര വലിയ കോണ്ടിനെന്റൽ ചൈനീസ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ, ഏത് മോളിൽ പോയാലും, ഏത് പട്ടായയിൽ പോയിട്ട് വെക്കേഷനിങ് ചെയ്തു കഴിഞ്ഞാലും അയാൾ പെട്ടായ, റൈറ്റ്? എന്ന് വെച്ചാൽ ഇതുപോലൊരു ടേസ്റ്റ് അയാൾക്ക് വേറെ എവിടെയും കിട്ടില്ല, അല്ലെ? ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിടത്തും പോയാൽ അത് മതിയാവില്ല. അപ്പൊ ഒരു ടൈം ഭക്തി വിനോദ് മഹാരാജ് പറഞ്ഞു, ഫസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻസ്, യുവർ മെറ്റീരിയൽ ലൈഫ് ഇസ് സ്പോയിൽഡ്. കാര്യം അത് പോരാ, ആ ടേസ്റ്റ് ശരിക്ക് ഇവിടെ കിട്ടിയ ടേസ്റ്റ് അവിടെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഷോസ് ഹൗ പവർഫുൾ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ്. ഈ 5 തത്വങ്ങള് ആരാർക്ക് പറഞ്ഞു കൊടുത്തു? ശൈലപൂർണ രാമാനുജാചാര്യർക്ക് പറഞ്ഞു കൊടുത്തു. ആൻഡ് രാമനവമി ഇസ് എ വെരി വെരി വണ്ടർഫുൾ ഒക്കേഷൻ. ഇന്ന് ഇന്ത്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ശില പ്രഭുപാദരുടെ കാരുണ്യം കൊണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ക്ഷേത്രങ്ങളുണ്ട്, റൈറ്റ്? സീതാറാം, ലക്ഷ്മൺ, ഹനുമാൻ എല്ലായിടത്തും ഉണ്ട്. രാമനവമി ഇന്ന് ആഗോളം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ആൻഡ് ശില പ്രഭുപാദ് ഓഫ് കോഴ്സ്
ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പ്രഭുപാദ പറഞ്ഞു നമ്മൾ വാനരസേനയാണ് എന്ന് പ്രഭുപാദ പറഞ്ഞു, റൈറ്റ്? ഒരു സ്ഥലത്ത് പറഞ്ഞു സീതാദേവിയെ എങ്ങനെയാണോ രാവണൻ തട്ടിക്കൊണ്ടുപോയി വാനരസേന തിരിച്ചു കൊണ്ടുവന്നത്, അതുപോലെ തന്നെ പറഞ്ഞു നമുക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാവണം. ആ വാനരസേന ചെയ്ത അതേ പാത പിന്തുടർന്നുകൊണ്ട് ഭഗവാന്റെ ലക്ഷ്മി ഐശ്വര്യങ്ങൾ, ഭഗവാനെ കുറിച്ചുള്ള എന്താ പറയാ, ഭഗവാൻ അനുഭവിക്കേണ്ട പല ഐശ്വര്യങ്ങൾ ഇപ്പൊ പല സ്ഥലത്തിരിക്കുകയാണ്. മാത്രമല്ല ഐശ്വര്യം എന്റേതാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ ഇത്ര ടാക്സ് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് ടാക്സ് വാറൊക്കെ ഇപ്പൊ നടക്കുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, ഇല്ലേ? ആക്ച്വലി ആർക്കും ടാക്സ് ഇടാൻ പറ്റില്ല. കാര്യം സ്വത്തേ മുതലേ ഇദ്ദേഹത്തിന്റെ അല്ല, പിന്നെ ആര് പോയി എന്തൊരു ടാക്സ് ഇടാൻ പോകണം, അല്ലേ? സോ അങ്ങനെ നമ്മള് പ്രഭുപാദ് പറഞ്ഞു ആ സീതാദേവി, ആ ലക്ഷ്മിയെ നാരായണനോട് ചേർക്കുക, ആ സീതാദേവിയെ രാമചന്ദ്ര ഭഗവാനോട് ചേർക്കുക, ഹരയെ കൃഷ്ണനോട് ചേർക്കുക. ഇതാണ് നമ്മുടെ പ്രസ്ഥാനം. ആൻഡ് അതിന് നമുക്ക് ചെറിയൊരു സേവനം ചെയ്യാൻ സാധിച്ചു എങ്കിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും ഭഗവാന്റെ വാനരസേനയുടെയും, പ്രത്യേകിച്ച് ആക്ച്വലി ഇതിൽ പറയുന്നുണ്ട് വാനര എന്ന് പറഞ്ഞാൽ മങ്കീസ് എന്ന് മാത്രമല്ല അർത്ഥം. വാനര, അത് ഞാൻ ഗൗരാംഗ പ്രഭുവിന്റെ ക്ലാസ് എന്നാണ് കേട്ടത്. നര എന്ന് വെച്ചാൽ മനുഷ്യൻ, വാനര എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ ഓർ, ഹേ ക്യാ എസാ, वो मानो है क्या ऐसा. കണ്ട മനുഷ്യനാണോ എന്നൊരു സംശയം തോന്നുന്ന വ്യക്തികളെയൊക്കെ എന്തെന്ന് വിളിക്കാം? വാനരൻ എന്ന് വിളിക്കാം, റൈറ്റ്? വാലുണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നല്ല അതിനർത്ഥം, റൈറ്റ്? അപ്പൊ മങ്കീസ്, വാനരന്മാരെ കണ്ടു കഴിഞ്ഞാല് മനുഷ്യനാണോ എന്നൊരു സംശയം വരും. അതേപോലെ പറയുന്നു മഹാഭക്തന്മാർ, അവര് മനുഷ്യരൂപത്തിലാണ് വന്നിരിക്കുന്നത് എങ്കിലും അവരുടെ ക്വാളിറ്റീസും അവരുടെ ആക്ടിവിറ്റീസും കാണുമ്പോൾ അവർ മനുഷ്യരാണോ എന്നുള്ള സംശയം തോന്നിക്കുന്ന വിധത്തിലായിരിക്കും അവരുടെ ലീലകളും പ്രവർത്തിക്കണം, ഹനുമാന്റെ പോലെ തന്നെ. അതുകൊണ്ട് അവരെയും വാനര എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലും ഒരു വാനര സേനയിൽ ചെറിയൊരു ഭാഗമാകാൻ ശില പ്രഭുപാദ് കാരുണ്യം തന്നിട്ടുണ്ട്. ഒരുപാട് സമയമെടുത്തു, അതുകൊണ്ട് എല്ലാവർക്കും ക്ഷമ ചോദിക്കുന്നു. ശില പ്രഭുപാദ് की जय, श्री रामचंद्र भगवान की, श्री रामनवमी महामहोत्सव की जय, गौर प्रेमानंद।